am I audible? Proper അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. അതായത് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഫസ്റ്റ് ക്ലാസ്സിൽ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു ടോപ്പിക് ആയിരുന്നു ഓണർഷിപ്പും പൊസഷനും. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഞാൻ ഡെപ്തിൽ എടുക്കാൻ പോകുന്നത് പൊസഷൻ ആണ്. അപ്പൊ പൊസഷന്റെ ഈച്ച് ആൻഡ് എവറി പോയിന്റ് വിൽ ബി ഡിസ്കസിങ്. നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് വിൽ ബി ഡീലിംഗ് വിത്ത് ഓണർഷിപ്പ്. അതിനുശേഷം നമ്മൾ ഓണർഷിപ്പിലോട്ട് പോകും. ഓക്കെ, അപ്പം ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളിവിടെ ആദ്യം തന്നെ വി ആർ സ്റ്റാർട്ടിങ്. അപ്പൊ ഏതൊരു ടോപ്പിക്കും ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് അതിൽ ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏതെങ്കിലും ഡെഫിനിഷൻസ് ഉണ്ടോ. ഓക്കെ, ഏതെങ്കിലും പ്രോമിനന്റ് ആയിട്ടുള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ സാൽമണ്ടോ, ഇവരൊക്കെ എന്തെങ്കിലും ഡെഫിനിഷൻ നമുക്ക് തരുന്നുണ്ടോ എന്നുള്ളതൊക്കെയാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കേണ്ടത്. ഓക്കെ, അപ്പൊ റോമൻ ലോയില് ഐ ഹോപ്പ് ഇറ്റ് ഇസ് വിസിബിൾ പ്രോപ്പർലി. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു ഡെഫിനിഷൻ പറയുന്ന സമയത്ത് ആദ്യം തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഒരു ഒറിജിൻ, ഈ ഒരു പൊസഷൻ എന്നുള്ള ഈ വേർഡ് ഉണ്ടല്ലോ, ഇത് റോമൻ ലോയിൽ നിന്നാണ് ഇതിന്റെ ഒരു ഒറിജിനേഷൻ. പൊസഷ്യോ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ്. അപ്പൊ ഇതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത്, സ്ക്രീന് കാണുന്നില്ലേ നിങ്ങൾക്ക്? ഓക്കെ, അപ്പൊ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നമ്മളുടെ ഫിസിക്കൽ കൺട്രോൾ ഓവർ എ തിങ് ആണ്. ഓക്കെ, ഒരു കാര്യത്തിന്റെ മേലെ നമ്മളുടെ ഒരു ഫിസിക്കൽ കൺട്രോൾ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ ലീഗൽ സെൻസിൽ എന്താണ് ഇപ്പൊ നമ്മൾ പറയുന്നത് ഇത് എന്റെ പൊസഷനിലുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയാണ് ഈ ഒരു പെന്ന് എന്റെ പൊസഷനിലാണ് അല്ലെ, അതെന്താണ് അതിന്റെ അർത്ഥം? എന്താണ് എന്റെ പൊസഷനിലാണെന്ന് പറയുമ്പോൾ എന്താണ് ഇതിന്റെ മേലുള്ള ഫിസിക്കൽ കൺട്രോൾ ആർക്കാണ്? എനിക്കാണ് അല്ലെ. ഈ പെന്ന് ചിലപ്പോൾ ആരുടെ ആയിരിക്കാം? ഇതിന്റെ ഓണർഷിപ്പ്, ഇത് പൈസ കൊടുത്ത് വാങ്ങിയ ഇതിന്റെ ഓണർ ചിലപ്പോ നിങ്ങളായിരിക്കാം. പക്ഷെ ഇതിന്റെ പൊസഷൻ ആരുടെ അടുത്താണുള്ളത്? ഫിസിക്കലി ആരാണ് ഓൺ ചെയ്യുന്നത്? ഞാനാണ് ഇത് ഓൺ ചെയ്യുന്നത്. അപ്പം എന്റെ കയ്യിലാണ് ഇതിന്റെ പൊസഷൻ ഉള്ളത്. ഓക്കെ, അപ്പം റോമൻ ലോയില് ആണ് ഇതിന്റെ ഞാൻ പറഞ്ഞ പോലെ പൊസഷ്യോ എന്നുള്ളതിന്റെ അർത്ഥം ഫിസിക്കൽ കൺട്രോൾ ഓവർ എ തിങ് എന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ഇനി നമ്മൾ ലീഗൽ സെൻസിൽ നോക്കുകയാണെങ്കിൽ പൊസഷൻ എന്ന് പറയുന്നത് ഫിസിക്കൽ കൺട്രോളും. അപ്പൊ നമ്മൾ ലീഗൽ ഇതിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന സമയത്ത് പൊസഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഒരു സംഭവത്തിന്റെ പുറത്തുള്ള ഫിസിക്കൽ കൺട്രോളും അതോടൊപ്പം തന്നെ നമുക്ക് അത് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ ആ ഒരു സംഭവം കൺട്രോൾ ചെയ്യാനുള്ള ഒരു ഇന്റൻഷനും കൂടിയാണ്. ഓക്കെ, അത് ഹോൾഡ് ചെയ്യുക അല്ലെങ്കിൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ഒരു നമുക്കും കൂടി ഒരു ഇന്റൻഷനിൽ നമ്മൾ ചെയ്യാണ്. നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ള ഒരു ഇന്റൻഷനും കൂടിയുണ്ട്. നമുക്കൊരു എന്താ പറയാ, ഇന്റൻഷനെ നമ്മൾ സിംപ്ലിഫൈ ചെയ്ത് പറയുന്നത് നമുക്ക് അങ്ങനത്തെ ഒരു മൈൻഡും കൂടി ഉണ്ട് അല്ലെ. ഫിസിക്കൽ കൺട്രോൾ പ്ലസ് ഇത് എനിക്ക് ഇന്റൻറ്റ് ചെയ്യണം, അത് എനിക്ക് ഇത് ഇന്റൻഷൻ ഉണ്ട് ഇത് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പൊ ആ ഒരു ഇന്റൻഷന്റെ ഇൻഗ്രീഡിയന്റും ആ ഫിസിക്കൽ ഹോൾഡിങ്ങും രണ്ടും കൂടി വരുമ്പോഴാണ് ലീഗൽ സെൻസിൽ എന്താവുന്നത്, പൊസഷൻ എന്നുള്ള ഒരു സംഭവം അല്ലെങ്കിൽ പൊസഷൻ എന്നുള്ള കോൺസെപ്റ്റ് ഫുൾഫിൽ ആവുന്നത്. ഓക്കെ, അപ്പൊ ഇൻ എ ലീഗൽ സെൻസ് ഇറ്റ് ഈസ് നോട്ട് ജസ്റ്റ് ദ ഫിസിക്കൽ കൺട്രോൾ, പക്ഷെ ഇത് ഇന്റൻഷൻ ടു ഹോൾഡ്, നമുക്കത് ഹോൾഡ് ചെയ്യാനുള്ള ഇന്റൻഷനും അല്ലെങ്കിൽ ഇന്റൻഷൻ ടു കൺട്രോൾ ഓർ ഹോൾഡ്, ഇത് രണ്ടും കൂടി ആവുമ്പോഴാണ് പൊസഷൻ കംപ്ലീറ്റ് ആവുന്നത്. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഇനി സാവിഗ്നി ഇതിൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്റൻഷൻ കപ്പിൾ വിത്ത് ഫിസിക്കൽ പവർ. അദ്ദേഹത്തിന്റെ ഡെഫിനിഷൻ ആണ് പൊസഷൻ ഇസ് ഇന്റൻഷൻ. ഓക്കെ, അപ്പൊ അദ്ദേഹം പറയുന്നുണ്ട് എന്താണ്, പൊസഷന്റെ ഒരു ഇൻഗ്രീഡിയന്റ് എന്തുകൂടിയാണ്? ഇന്റൻഷനും കൂടിയാണ്. coupled with the physical power to exclude others from the use of material objects. അപ്പം ഈ ഒരു ഇന്റൻഷന്റെ കൂടെ എന്തും കൂടി ഉണ്ട്? നമ്മുടെ ഒരു ഫിസിക്കൽ പവർ കൂടി ഉണ്ട്. there exists a physical power as well. എന്തിനുള്ള ഫിസിക്കൽ പവർ ആണ്? ടു എക്സ്ക്ലൂഡ് അതേഴ്സ്. ഓക്കെ, നമ്മളുടെ മെറ്റീരിയൽ ഒബ്ജക്ട്സ് യൂസ് ചെയ്യുന്ന വേറുള്ളവർ യൂസ് ചെയ്യുന്നതിന് എതിരായിട്ട് നമുക്ക് എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒന്നാമത്തെ കാര്യം എന്താണ്, എനിക്ക് ഇന്റൻഷൻ ഉണ്ട് പ്ലസ് എന്റെ കയ്യിൽ ഫിസിക്കൽ പവർ കൂടി ഉണ്ട്. ഇത് എന്റെ പ്രോപ്പർട്ടിയാണ്. എനിക്ക് ആ ഫിസിക്കൽ പവർ യൂസ് ചെയ്തിട്ട് മറ്റുള്ളവര് അത് യൂസ് ചെയ്യുന്നതിൽ അല്ലെങ്കിൽ മറ്റുള്ളവര് അത് ഉപയോഗിക്കുന്നത് എനിക്ക് തടയാനും കൂടി ഉള്ള ഒരു പവർ എനിക്കുണ്ട്. മനസ്സിലായല്ലേ? അപ്പൊ ഇന്റൻഷൻ കപ്പിൾഡ് വിത്ത് ഫിസിക്കൽ പവർ ടു എക്സ്ക്ലൂഡ് അതേഴ്സ് ഫ്രം ദ യൂസ് ഓഫ് മെറ്റീരിയൽ ഒബ്ജക്ട്സ്. ഇതാണ് സാവിഗ്നിയുടെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി സാൽമണ്ട് ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് പൊസഷൻ ഇസ് ഈക്വൽ ടു continuing exercise of claim to exclusive use of an object ആണ്. ഓക്കെ, അതായത് നമ്മളുടെ
ഒരു നമ്മൾ ഒരു ഇതിപ്പോ ഞാൻ പറയല്ലോ, ഇതിപ്പോ ഒരു പെന്ന്, ദിസ് ഇസ് മൈ പെൻ അല്ലെ, ഇത് എന്റെ പെന്നാണ്. അപ്പം ഇത് എനിക്കിതിന്റെ മേലെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ക്ലെയിം ഉണ്ട്. എന്താണ് എന്റെ ക്ലെയിം? ഇത് എന്റെ പ്രോപ്പർട്ടിയാണ്, ഞാനാണ് ഇത് കംപ്ലീറ്റ്ലി യൂസ് ചെയ്യുന്നത് അല്ലെ. ഇതിന്റെ എക്സ്ക്ലൂസീവ് യൂസ് ആർക്കാണ്? എനിക്കാണ്. അപ്പൊ ആ ഒരു ക്ലെയിം എനിക്ക് എപ്പോഴും എടുക്കാൻ പറ്റുന്നതാണ്, എനിക്ക് എപ്പോഴും എക്സസൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഞാൻ എന്തിനു നിങ്ങൾക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ എന്തിനു ഒരാൾക്ക് കൊടുക്കണം? ഇത് എന്റെ പ്രോപ്പർട്ടിയാണ് അല്ലെ. അപ്പൊ ഇതിന്റെ പുറത്തൊരു എക്സ്ക്ലൂസീവ് യൂസ് എനിക്കുണ്ട്, എനിക്കിത് എന്ത് വേണേലും ചെയ്യാം. എനിക്ക് നിങ്ങളെല്ലാവരും ഇത് യൂസ് ചെയ്യിപ്പിക്കാതിരിക്കാനും ഉള്ളതുണ്ട് അല്ലെ. ഞാനിത് വേറെ ആർക്കും കൊടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങളാരും ഇത് എടുക്കാനും പാടില്ല അല്ലെ. അതാണ് ആ എക്സ്ക്ലൂസീവ് യൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എനിക്ക് മാത്രമേ ഇത് യൂസ് ചെയ്യാനുള്ള. എന്താണ്? അതെ, ടെനന്റിന്റെ എക്സാമ്പിൾ ഞാൻ പറയുന്നു അല്ലെ. ടെനന്റിന്റെ എക്സാമ്പിളിൽ എന്താ പറഞ്ഞത്? അതെ, എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട് അല്ലെ. കാരണം അയാൾ റെന്റ് കൊടുത്തിട്ടുണ്ട്, അപ്പൊ റെന്റ് കൊടുക്കുമ്പോൾ അയാൾക്ക് ഇനി ആ പൊസിഷൻ എക്സസൈസ് ചെയ്യാനുള്ള എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള യൂസ് അയാൾക്ക് ഉണ്ടല്ലേ. അപ്പം അയാൾക്ക് വേറൊരാളെ തടയാൻ വേണ്ടിയിട്ട് പറ്റും. ഇതെന്താ, ഇത് നിന്റെ വീടല്ലല്ലോ, നീ അല്ലല്ലോ ഇതിന്റെ ഓണർ എന്ന് ചോദിക്കുകയാണെങ്കിൽ അല്ല, അയാൾക്ക് അവിടെ പൊസിഷൻ ഉണ്ട്. കാരണം എന്താണ്, അതിനനുസരിച്ചുള്ള റെന്റ് എഗ്രിമെന്റും കാര്യങ്ങളും വെച്ചിട്ടുണ്ട്, അയാൾ പേയ്മെന്റ് കൊടുത്തിട്ടുണ്ട്. റൈറ്റ്, ക്ലിയർ ആണല്ലോ നമ്മള്? ഓക്കെ, ഇനി പൊസഷന്റെ എലമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ബേസിക്കലി 2 എലമെന്റ്സുകളാണ്, അല്ലെങ്കിൽ 2 ഇൻഗ്രീഡിയന്റ് ആണ് എന്തിനുള്ളത്? പൊസഷനുള്ളത്. അതിൽ ഒന്നാമത്തത് കോർപ്പസ് പൊസഷനസ്, രണ്ടാമത്തത് അനിമസ് ഡോമിനി. ഈ കോർപ്പസ് പൊസഷനസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ മേലുള്ള ഫിസിക്കൽ കൺട്രോൾ ആണ്. നമുക്ക് ഒരു ഒബ്ജക്റ്റിന്റെ മേലുള്ള ഫിസിക്കൽ കൺട്രോൾ, കോർപ്പസ് പൊസഷനസ് എന്ന് പറയുന്നത് ഫിസിക്കൽ കൺട്രോൾ ആണ്. രണ്ടാമത്തത് അനിമസ് ഡോമിനി ആണ്. അനിമസ് ഡോമിനി എന്ന് പറയുന്നത് ഇന്റൻഷൻ ആണ്. അപ്പൊ നേരത്തെ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണത്. അതൊന്ന് എടുത്ത് അതിന്റെ എലമെന്റ്സ് ആയിട്ട് നമ്മൾ ആ ഒരു ടേമിൽ പഠിക്കുകയാണെന്നുള്ളൂ. അപ്പൊ അത് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. എലമെന്റ്സ് ഓഫ് പൊസിഷൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ എലമെന്റ്സ് ആയിട്ട് വരുന്നത്? എലമെന്റ്സ് ആയിട്ട് വരുന്നത് ഒന്ന് കോർപ്പസ് പൊസഷനസ് ആൻഡ് അനിമസ്. ഒരു മിനിറ്റ്, ഞാനത് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ലെറ്റ് മീ ചെക്ക് മൈ ഡോട്ട്. അത് ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണോ എന്ന് നോക്കണം. ഇത് ഞാനല്ല, വേറൊരു ടീമാണ് നമുക്കത് ചെയ്തു തരുന്നത്. ഐ മീൻ അതിൽ എന്തെങ്കിലും ഒരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണോ എന്ന് നോക്കട്ടെ. 1 സെക്കൻഡ്. എനിക്കിപ്പോ നിങ്ങൾ പറഞ്ഞപ്പോ പെട്ടെന്നൊരു കൺഫ്യൂഷൻ. Corpus possessionis and animus possidendi ആണല്ലേ. And it is also called as animus domini. രണ്ടും വിളിക്കൂട്ടോ. It is also called as animus domini ഉണ്ട്, അതേപോലെ തന്നെ animus possidendi ഉണ്ട്, രണ്ടും ഉണ്ട്. ഓക്കെ, അപ്പൊ കോർപ്പസ് പൊസഷനസും അനിമസ് ഡോമിനി രണ്ടും ഉണ്ട് കേട്ടോ. അപ്പൊ അത് 2 രീതിയിലും നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ കോർപ്പസ് പൊസഷനസ്, കോർപ്പസ് എന്നുള്ളതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് ബോഡി അല്ലെങ്കിൽ ഒബ്ജക്ട് എന്നുള്ളതാണ് കോർപ്പസ് എന്നുള്ളതിന്റെ അർത്ഥം. അപ്പം കോർപ്പസ് പൊസഷനസ് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ കൺട്രോൾ ഓവർ ദി ഒബ്ജക്റ്റ് ആണ്. ഒരു ഒബ്ജക്റ്റിന്റെ പുറത്തുള്ള ഫിസിക്കൽ കൺട്രോളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കോർപ്പസ് പൊസഷനസ് എന്ന് പറയുന്നത്. ഇനി വാട്ട് ഇസ് ദ മീനിങ് ഓഫ് അനിമസ് ഡോമിനി? അനിമസ് ഡോമിനി എന്ന് പറയുന്നത് ഇന്റൻഷൻ ടു ഹോൾഡ് ഒബ്ജക്ട്. നമുക്ക് ആ പ്രോപ്പർട്ടി നമ്മളുടെ സ്വന്തം പ്രോപ്പർട്ടി ആണ് എന്നുള്ള അത് ഹോൾഡ് ചെയ്യാനുള്ള ഇന്റൻഷനെയാണ് നമ്മൾ അനിമസ് ഡോമിനി എന്ന് പറയുന്നത്. ഇന്റൻഷൻ ടു ഹോൾഡ് ദ ഒബ്ജക്ട് ആസ് വൺസ് ഓൺ. ഓക്കെ, അപ്പൊ ഇന്റൻഷൻ ആണ് അനിമസ് ഡോമിനി, അല്ലെങ്കിൽ നമുക്ക് പറയാം ഇറ്റ് ഈസ് അനിമസ് പൊസിഡന്റി. ഓക്കെ, രണ്ടും വിളിക്കാം. ആൻഡ് കോർപ്പസ് പൊസഷനസ് ആണ് നമ്മൾ ആ ഒരു ഒബ്ജക്റ്റിനെ ഹോൾഡ് ചെയ്യുന്ന കാര്യം പറയുന്നത്. ഓക്കെ, അപ്പൊ ഓണർഷിപ്പ് എന്ന് പറയുന്നത് നമുക്കറിയാം ശരിക്കും ഒരു ലീഗൽ കോൺസെപ്റ്റ് ആണ് കംപ്ലീറ്റ്ലി. പൊസഷൻ എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഫാക്ച്വൽ കോൺസെപ്റ്റ് ഉണ്ട്, പ്ലസ് ഒരു ലീഗൽ കോൺസെപ്റ്റ് ഉണ്ട്. അതായത് നിങ്ങൾ അത് ഓൺ ചെയ്യുന്നതിനോടൊപ്പം നിങ്ങൾക്ക് എന്തുകൂടി ഉണ്ട്? നിങ്ങൾക്ക് അതിന്റെ ഒരു ഇന്റൻഷനും കൂടി വേണം. അപ്പൊ ഈ ഒരു ഫസ്റ്റ് സ്ലൈഡിൽ നിങ്ങൾ ഓർക്കേണ്ട, അല്ലെങ്കിൽ നിങ്ങൾ പഠിക്കേണ്ട എക്സാമിനേഷൻ പോയിന്റ് ഓഫ് വ്യൂല് നിങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്
ഈ ടേം എന്താണ്, ഏത് ടേമിൽ നിന്നാണ് ഇത് ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്, സാവിഗ്നിയുടെ ഡെഫിനിഷൻ ഓർക്കണം. പിന്നെ ജോൺ സാൽമണ്ടിന്റെ പൊസഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതിനെ പറ്റി ഒരു ഐഡിയ വേണം. ഓക്കെ, പിന്നെ പൊസഷന്റെ അതായത് സാൽമണ്ടിന്റെ ഒരു ഡെഫിനിഷൻ തന്നു കഴിഞ്ഞാൽ അതിൽ നിന്ന് സാൽമണ്ട് ആയാലും സാവിഗ്നി ആയാലും അവരുടെ ഡെഫിനിഷൻ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് മനസ്സിലാവണം. ഓക്കെ, പിന്നെ പൊസഷന്റെ എലമെന്റ്സ് ആണ് കോർപ്പസ്, പൊസഷനസും അനിമസ് ഡോമിനും. ക്ലിയർ ആണോ? Is that clear? Yes, ma'am. Okay. Okay. നെക്സ്റ്റ് നമ്മൾ വീണ്ടും ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ എത്രത്തോളം റിപ്പീറ്റ് ചെയ്തുകൊണ്ട് ചിലപ്പോൾ പറയുന്നത് പിന്നെയും പറഞ്ഞ് നിങ്ങൾക്ക് ബോറടിക്കും. പക്ഷെ നമുക്ക് പറഞ്ഞ തന്നെ ഡെപ്തിൽ പോയി കഴിഞ്ഞാലേ നമുക്ക് എന്ത് ചെയ്യുള്ളൂ, അത് പതിഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. അപ്പൊ ഞാൻ ഒരു ടോപ്പിക്ക് പറഞ്ഞാൽ ചിലപ്പോൾ നെക്സ്റ്റ് സ്ലൈഡിലും നിങ്ങൾക്ക് ഏകദേശം അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യം തന്നെയാവും കാണാൻ പറ്റുന്നുണ്ടാവുക. നമ്മളത് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് നമ്മളത് വീണ്ടും ഡിഗ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഒരു എസെൻഷ്യൽ എലമെന്റ്സ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നാമത്തത് കോർപ്പസ് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫിസിക്കൽ കൺട്രോൾ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. കോർപ്പസ് അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ കൺട്രോൾ. ഓക്കെ, അപ്പം നമുക്കെന്ന് പറയുകയാണെങ്കിൽ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ശരിക്കുള്ളൊരു കൺട്രോൾ ആണ്. ഇപ്പൊ ഈ പെണ്ണ് ഞാൻ പിടിക്കുന്നു, ഇത് എന്റേതാണല്ലോ, ഐ എം ഹോൾഡിങ് ഇറ്റ്, അല്ലെങ്കിൽ എന്റെ കയ്യിലുണ്ടത്. അപ്പൊ ഒരു ആക്ച്വൽ അല്ലെങ്കിൽ സിംബോളിക് കൺട്രോളിനാണ് നമ്മൾ എന്ത് പറയുന്നത്. ഇപ്പം കാറിന്റെ കീ എന്റെ കയ്യിൽ നിന്നാൽ തന്നെ അതിന്റെ അർത്ഥം എന്താണ്, ആ കാർ ഞാൻ ഹോൾഡ് ചെയ്യുന്നു, അല്ല കാർ മൊത്തത്തിൽ ഞാൻ പിടിച്ചെടുക്കേണ്ട ആവശ്യമില്ലല്ലോ, അല്ലെ? ഒരു സിംബോളിക് അല്ലെങ്കിൽ ഒരു ആക്ച്വൽ ആയിട്ടുള്ള കൺട്രോൾ ആണ് കോർപ്പസ് എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിലൂടെ എനിക്ക് എന്തുകൂടി വേണം, മറ്റുള്ളവർ എന്റെ സാധനം യൂസ് ചെയ്യുന്നതിനെ തടയാൻ വേണ്ടി, എക്സ്ക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എബിലിറ്റി കൂടി എനിക്കുണ്ട്. സോ മസ്റ്റ് ഹാവ് എബിലിറ്റി ടു എക്സ്ക്ലൂഡ് അതേഴ്സ് ഫ്രം യൂസിങ് ദ ഒബ്ജക്ട്. ഓക്കെ, ഇനി അനീമസ് എന്ന് പറയുകയാണെങ്കിൽ ഇന്റൻഷൻ ടു ഹോൾഡ് ദ പൊസഷൻ. നമുക്ക് ആ പൊസഷൻ ഹോൾഡ് ചെയ്യാനുള്ള ഇന്റൻഷൻ ആണ് അഗെയിൻസ്റ്റ് ഓൾ അതേഴ്സ് എക്സെപ്റ്റ് ദ ട്രൂ ഓണർ. അതായത് ഫോർ എക്സാമ്പിൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ടെനന്റിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് തന്നെ പറയാം. അപ്പൊ ടെനന്റിന് ശരിക്കും അനീമസ് ഉണ്ട്. എന്താണ്, അയാളെ ലാൻഡ് ലോഡ് ഒഴിച്ച് ബാക്കി എല്ലാവർക്കും എതിരെ അയാൾക്ക് ആ പൊസിഷൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അല്ലെ? അതായത് അയാൾക്ക് പറയാൻ പറ്റും ഇത് എന്റെ പൊസിഷൻ ആണ്, ഇത് എന്റെ സ്വന്തമാണ് എന്നുള്ളത്. ലാൻഡ് ലോഡിന്റെ മുന്നിൽ അയാൾ എന്താണ്, അയാൾ ശരിക്കും ഒരു ടെനന്റ് ആണ്. അവിടെ അയാൾക്ക് ഒരു ട്രൂ പൊസിഷൻ എന്ന് പറയുന്നത് ലിമിറ്റഡ് ടു ടെനന്റ് എന്നുള്ള രീതിയിലാണ്. പക്ഷെ അല്ലാത്ത രീതിയിലൊക്കെ ഹോൾ വേൾഡിന് അഗെയിൻസ്റ്റ് അയാൾക്ക് എന്താക്കാൻ പറ്റും, അയാൾക്ക് എല്ലാരെയും എക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എക്സെപ്ഷൻ, അതായത് ഞാൻ സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഇപ്പൊ എന്റെ വീട്ടില് ഞാനിപ്പോ ഒരാൾക്ക് റെന്റിന് കൊടുത്തു. സപ്പോസ് ഷബാന എന്റെ വീട്ടില് റെന്റിന് നിൽക്കുകയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പൊ ഷബാനയാണ് ഇവിടെ ടെനന്റ്, ഞാനാണ് ലാൻഡ് ലോഡ്. അപ്പം ഷബാനയുടെ ഒരു വാടക നിൽക്കുന്ന നമ്മൾ തമ്മിലൊരു റെന്റ് അഗ്രിമെന്റ് ഒക്കെ ഉള്ള ഒരു വീടാണ്. അപ്പൊ ഷബാനയുടെ ഇതിൽ അതെന്താണ്, ഷബാനക്ക് ഒരു അനിമസ് ഉണ്ട്. അതായത് ഷബാനക്ക് അവിടെ ഹോൾഡ് ചെയ്യാൻ പറ്റും ആ പൊസിഷൻ. ഇപ്പൊ നാളെ അഞ്ജന വന്നിട്ട് പറയുകയാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ, ബിക്കോസ് ഇറ്റ് ഈസ് യുവർ പൊസിഷൻ. കാരണം നിയമപ്രകാരം നമ്മൾ റെന്റൽ അഗ്രിമെന്റിലൂടെ യു ആർ മൈ ടെനന്റ്. അപ്പം അയാൾക്കാണത് കംപ്ലീറ്റ് പൊസിഷൻ ഉള്ളതും കാര്യങ്ങളും. പക്ഷെ നാളെ അഞ്ജന വന്നിട്ട് ഈ വീട് ഒഴിഞ്ഞു തരണം എന്ന് പറയുകയാണെങ്കിൽ ഷബാനക്ക് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് എന്താണ്, ഷബാനക്ക് വളരെ കൃത്യമായിട്ട് യു ആർ എ ടെനന്റ്. അപ്പൊ ടെനന്റ് ആണ് നിങ്ങൾ, അല്ലെ? പക്ഷെ ഞാൻ വന്നിട്ട് ഞാനും നമ്മൾ രണ്ടുപേരുള്ളൊരു റിലേഷൻ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്, അല്ലെ? അപ്പൊ ഷബാനക്ക് പറയാം, അഞ്ജന വന്നിട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റില്ല, ബിക്കോസ് ഞാൻ ഇവിടെ റെന്റിന് നിൽക്കുന്ന ആളാണ്, എനിക്ക് ഇവിടെ ഫുൾ റൈറ്റ് ഉണ്ട്. പക്ഷെ എന്നിലോട്ട് വരുമ്പം ആ ഫുൾ റൈറ്റ് ഇല്ല, ദാറ്റ് ഇസ് ലിമിറ്റഡ്. മനസ്സിലായോ? അപ്പം ഒരു അനീമസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇന്റൻഷൻ ടു ഹോൾഡ് പൊസഷൻ അഗെയിൻസ്റ്റ് ഓൾ അതേഴ്സ്. എല്ലാവർക്കെതിരെയും നമുക്ക് ഇന്റൻഷൻ എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, എക്സെപ്റ്റ് ട്രൂ ഓണർ. ചിലപ്പോൾ ഷബാന തന്നെ ആയിരിക്കാം ട്രൂ ഓണർ, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ എക്സെപ്റ്റ് ട്രൂ ഓണർ എന്ന ആ കോൺസെപ്റ്റ് മനസ്സിലാവണമെങ്കിൽ അതാണ് ഞാൻ ടെനന്റിന്റെ എക്സാമ്പിൾ പറഞ്ഞത്. അപ്പം ഐ ഹോപ്പ് ദാറ്റ് ഇസ് ക്ലിയർ. ക്ലിയർ ആണോ? എക്സാമ്പിളിലൂടെ എല്ലാവർക്കും ക്ലിയർ ആണോ പറഞ്ഞത്? ഓക്കെ, അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ നമ്മള് കോർപ്പസും അനീമസും രണ്ടും ഒരേ സമയം കോ എക്സിസ്റ്റ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഒരു വാലിഡ് പൊസഷന് വേണ്ടിയിട്ട്. ഓക്കെ, സോ കോർപ്പസ് എന്ന് പറയുന്നത് ഫിസിക്കൽ കൺട്രോൾ ആണ്, അനീമസ് എന്ന് പറയുന്നത് ഇന്റൻഷൻ എന്നുള്ളതാണ്. സോ ബോത്ത് കോർപ്പസ് ആൻഡ് അനീമസ് മസ്റ്റ് കോ എക്സിസ്റ്റ് ഫോർ വാലിഡ് പൊസഷൻ. അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു എസെൻഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത്. ഇത് നമുക്കിതില്
കുറേ ടൈപ്പുകളുണ്ട് പൊസഷൻ. ഓക്കെ, കുറേ ടൈപ്പുകളുണ്ട്. ഓണർഷിപ്പും ടൈറ്റിലും തമ്മിലുള്ള ഡിഫറൻസ് ഉണ്ട്. ഓണർഷിപ്പ് ഉള്ള ആൾക്ക് ടൈറ്റിൽ വേണം എന്നുള്ളത് നിർബന്ധം. അതായത് ഓണർഷിപ്പ് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യും. നമുക്ക് ഡിഫറൻസിയേഷൻ പഠിക്കാനുണ്ട്, അപ്പൊ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടും. അല്ലെങ്കിൽ നമ്മൾ ഓണർഷിപ്പും പഠിച്ചിട്ട് നമുക്ക് ലാസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. അപ്പോഴേ അത് പറയുമ്പോൾ അത് വ്യക്തത കിട്ടുള്ളൂ. ഓക്കെ, ഇപ്പൊ ഞാനത് പറയുന്നില്ല, അപ്പൊ മനസ്സിലാവില്ല. ഫൈൻ. അപ്പൊ നമുക്ക് കുറെ ടൈപ്പ് ഓഫ് എന്താ പറയാ, വി ഹാവ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് പൊസഷൻ ഉണ്ട്. ഞാൻ ജസ്റ്റ് ഒരു ടാബുലർ ഫോമിലാണ് അത് കൊടുത്തിട്ടുള്ളത്. കോർപ്പോറിയൽ, അതേപോലെ തന്നെ ഇൻകോർപ്പോറിയൽ ഉണ്ട്. ഓക്കെ, പിന്നെ ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് ഉണ്ട്, മീഡിയേറ്റ് ഓർ ഇൻഡയറക്റ്റ് ഉണ്ട്. പിന്നെ വി ഹാവ് കൺസ്ട്രക്റ്റീവ്, ഓക്കെ, അഡ്വേഴ്സ്, ഡിഫാക്ടോ, ഡീജർ. ഇങ്ങനെ ഇത്രയുമാണ് ഉള്ളത്. നമ്മൾ കോർപ്പോറിയൽ എന്ന് പറയുമ്പോൾ ബേസിക് ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് നമ്മൾ ഡെപ്തിൽ ഇനിയും പോവും. ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് വായിച്ചു നോക്കാം. ഓക്കെ, ഇപ്പൊ കോർപ്പോറിയൽ എന്ന് പറയുമ്പോൾ യു നോ ദാറ്റ് എന്താണ് കോർപ്പോറിയൽ എന്ന് ഉദ്ദേശിക്കുന്നത്? ടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് തൊടാൻ പറ്റിയ കാര്യങ്ങളാണ്, അല്ലെങ്കിൽ നമുക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള കാര്യങ്ങളാണ്. ഫോർ എക്സാമ്പിൾ ഹൗസ്, കാറ്, പെന്നൊക്കെ ഇതിന് ഉദാഹരണമായിട്ട് പറയാം. ഓക്കെ, ഇൻകോർപ്പോറിയൽ എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ ആയിട്ടുള്ള കാര്യമാണ്, നമുക്ക് തൊടാനൊന്നും പറ്റൂല, അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഇല്ല, അല്ലെ? ഫോർ എക്സാമ്പിൾ കോപ്പിറൈറ്റ് ഉണ്ട്, ട്രേഡ് മാർക്ക് ഉണ്ട്, ഗുഡ് വിൽ എക്സെട്ര. ഓക്കെ, ഇനി ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇപ്പൊ ഞാൻ ഈ പെന്ന് ഹോൾഡ് ചെയ്യുന്നു, ഇതൊരു ഇമ്മീഡിയറ്റ് പൊസിഷൻ ആണ്, അല്ലെ? ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഒരു മിഡിൽ മാനിലൂടെ നമ്മളത് വാങ്ങുകയാണ്. ഇപ്പം ഒരു ഏജന്റ് വഴി നിങ്ങൾ ഒരു ഹൗസ് പർച്ചേസ് ചെയ്യാണ്, ഒരു ഏജന്റ് വഴി നിങ്ങൾ ഹൗസ് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്താവും? അത് കൺസ്ട്രക്റ്റീവ് ആയിട്ട് വരും. ഇനി അഡ്വേഴ്സ് എന്ന് പറയുമ്പോൾ പൊസഷൻ വിതൗട്ട് ലീഗൽ ടൈറ്റിൽ, ലീഗൽ ടൈറ്റിൽ ഇല്ലാത്ത ഒരു പൊസഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? അഡ്വേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ലീഗൽ ടൈറ്റിൽ ഇല്ലാത്ത ഒരു അഡ്വേഴ്സ് പൊസഷൻ എന്നുള്ളതിന് ഞാനത് ആ ടോപ്പിക് ഡെപ്തിൽ വരുമ്പോൾ ഞാൻ പറയാം. ഇപ്പൊ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല അഡ്വേഴ്സ് പൊസഷൻ എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ലീഗൽ ടൈറ്റിൽ ഇല്ലാതെ, ഇപ്പൊ ടെനന്റിന്റെ ഒന്നും പോലെയല്ല, ലീഗൽ ഒരു രീതിയിലും ഒരു ടൈറ്റിലും ഇല്ലാതെ എങ്ങനെയാണ് ഒരാൾക്ക് അതിലൂടെ പിന്നീട് ഓണർഷിപ്പ് എത്തുന്നതെന്ന് ഞാൻ പറയാം. അത് നമ്മുടെ ലിമിറ്റേഷൻ ആക്ടിലെ സെക്ഷൻ 27 വരുന്നത്. ഐ എക്സ്പ്ലെയിൻ ദാറ്റ്. നമ്മൾ അതിൽ വരുമ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം. ഓക്കെ, ഡിഫാക്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആക്ച്വൽ പൊസഷൻ ആണ്. അതിപ്പോ ലീഗൽ ആവണം എന്നില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ തീഫ് ഒരു ബൈക്ക് സ്റ്റോൾ ചെയ്യാണ്, കള്ളൻ ഒരു മോഷ്ടിച്ചു കൊണ്ടുപോയ ഒരു ബൈക്ക്, അത് ശരിക്കും അയാളുടെ പൊസഷൻ അല്ലേ? അത് ഡിഫാക്ടോ പൊസഷൻ ആണ്, അയാൾക്ക് ഡീജർ പൊസഷൻ ഇല്ല, അല്ലെ? ഡീജർ പൊസഷൻ അവിടെ ഇല്ല. ഇന്റൻഷൻ ടു ഹോൾഡ് അഗെയിൻസ്റ്റ് ട്രൂ ഓണറും അങ്ങനത്തെ ആ ഒരു അനിമസ് പൊസിഡന്റി, ആ കോർപ്പസ്, ആ സംഭവങ്ങളില്ല, ആ ഇൻഗ്രീഡിയൻസ് അവിടെ ഇല്ല. ഡിഫാക്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഫാക്ച്വലി അയാൾ അതിനെ ഓണർ പൊസസ് ചെയ്യുന്നു എന്നേ ഉള്ളൂ. നിയമപ്രകാരം അയാൾ ഒരു ഓണറോ അല്ലെങ്കിൽ അയാൾക്ക് ഏതെങ്കിലും രീതിയിൽ ആ പൊസഷൻ ലീഗലി കിട്ടുകയാണെങ്കിൽ മാത്രമേ നമുക്കതൊരു ലീഗൽ പൊസഷൻ ആയിട്ട് കൗണ്ട് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെ? ഇത് അയാൾ വേറൊരാളുടെ പ്രോപ്പർട്ടി മോഷ്ടിച്ചതാണ്, അപ്പൊ അതെന്തല്ല? ദാറ്റ് ഈസ് ജസ്റ്റ് എ ഡിഫാക്ടോ പൊസഷൻ. ഇപ്പൊ എനിക്ക് ഷബാനന്റെ ഒരു പുസ്തകമോ അല്ലെങ്കിൽ പെന്നോ അല്ലെങ്കിൽ ഒന്നും വേണ്ട, നമ്മൾ ആരെങ്കിലും എന്തെങ്കിലും ഒരു സാധനം മോഷ്ടിച്ചിട്ട് ഇത് എന്റെ പൊസഷൻ ആണെന്ന് പറഞ്ഞിരിക്കാൻ പറ്റുമോ? പൊസഷൻ ആണ്, അയാളുടെ കയ്യിൽ തന്നെയാണ്, അത് അപ്പൊ പൊസഷൻ തന്നെയാണ്, പക്ഷെ അത് ഡിഫാക്ടോ പൊസഷൻ ആണ്. ഡിഫാക്ടോ ആൻഡ് ഡീജർ രണ്ടും രണ്ടാണ്. ഡീജർ എന്നുള്ളതാണ് നമ്മൾ ജുഡീഷ്യൽ അല്ലെങ്കിൽ ഒരു ലീഗൽ പൊസിഷൻ എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഏത് മീഡിയ, അത് ഞാൻ ഇതിൽ നെക്സ്റ്റ് നമ്മൾ ഇതിന് ഉള്ളിലോട്ട് പോകുന്നുണ്ട്, അപ്പൊ ഞാൻ ഒന്നുകൂടി ഡിസ്കസ് ചെയ്യാം, അപ്പൊ ക്ലിയർ ആവും. എന്നിട്ട് നമുക്ക് ലാസ്റ്റ് ഈ ടേബിളിലോട്ട് ഒന്നും കൂടി വരാം, അപ്പൊ യു വിൽ ഗെറ്റ് എ ക്രിസ്റ്റൽ ക്ലാരിറ്റി. ഓക്കെ, അപ്പൊ ഞാൻ ഈ ഡിഫറൻസിയേഷന് പോകുന്നതിന് മുന്നേ ഞാൻ ഈ സ്ലൈഡ് ഒന്ന് സ്ക്രോൾ ചെയ്യാം, നിങ്ങൾ അതൊന്ന് വായിക്കാം. ഓക്കെ, എന്നാ പിന്നെ നമുക്ക് ഓരോരോ ഇതിൽ നിന്നിട്ടൊന്ന് വൃത്തിക്കൊന്ന് വായിച്ചു നോക്കും. ഒന്ന് വായിച്ചിട്ട് ജസ്റ്റ് see whether you are able to understand this properly. അപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ. ഓക്കെ, ആ സ്ലൈഡ് അങ്ങനെ ഒരു 3 സ്ലൈഡാണ് ഇപ്പൊ കവർ ചെയ്തത്. അതിന്റെ ഒരു റിവിഷൻ ടൈം പോലെയാണ്, കാരണം ഇനി നമ്മൾ പോകുന്നത് ഒരു വലിയൊരു ടോപ്പിക്കിലോട്ടാണ്, ഡിഫറെന്റ് ടൈപ്സ് ഉള്ളത്. അപ്പൊ ചിലപ്പോൾ നമുക്കത് റിവൈസ് ചെയ്യാൻ ടൈം കിട്ടൂല. അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് നിങ്ങൾ വായിച്ചിട്ട് നോക്കൂ. ഓക്കെ, ഐ വിൽ ഗിവ് യു 2 minutes. ഇപ്പൊ തന്നെ വായിച്ചിട്ട് പോകണം, ആരും
എന്താ പറയാ വിൻഡോ ഓഫ് ചെയ്തിട്ട് വേറെ ഒന്നും എടുക്കാൻ പോരുത്. ഇപ്പൊ വായിക്കാനുള്ള സമയം ഞാൻ തരികയാണ്, അത് നിങ്ങൾ പ്രോപ്പർലി യൂട്ടിലൈസ് ചെയ്യണം. ഓക്കെ. മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിലും ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് നോക്കുക, ഈ ടേബിൾ ഒന്ന് വായിച്ചു നോക്കുക, ഈ ടാബുലർ ഫോം. ഇത് നമ്മൾ ഇനി ഇൻഡെപ്തിൽ ഓരോന്നായിട്ട് പഠിച്ചിട്ട് പോവാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഡിഫറെന്റ് പൊസിഷൻ വരുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് കോർപ്പോറിയൽ. അതിന്റെ സ്പെല്ലിംഗ് രണ്ട് രീതിയിലും, അത് ഒന്ന് അമേരിക്കൻ ആൻഡ് ബ്രിട്ടീഷ് ഇംഗ്ലീഷ് ആണ്. അപ്പൊ കോർപ്പോറൽ അല്ലെങ്കിൽ കോർപ്പോറിയൽ പൊസിഷൻ എന്ന് പറയും. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? കോർപ്പോറൽ അല്ലെങ്കിൽ കോർപ്പോറിയൽ എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് കാണാനും തൊടാനും മെഷർ ചെയ്യാനും പറ്റുന്ന പൊസിഷനെയാണ് വി കോൾ ഇറ്റ് ആസ് കോർപ്പോറിയൽ അല്ലെങ്കിൽ കോർപ്പോറൽ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം എനിക്ക് സ്വന്തമായിട്ട് ഒരു ഹൗസ് ഉണ്ട്, ഒരു കാർ ഉണ്ട്, പെൻ ഉണ്ട്, ലാപ്ടോപ്പ് ഉണ്ട്. ഇതൊക്കെ എന്താണ്? കോർപ്പോറൽ പൊസിഷൻ ആണ്, അല്ലെ? വെൻ യു ഹാവ് ഫിസിക്കലി കൺട്രോൾ ഓവർ ദ സബ്ജക്ട്, നമുക്ക് അതിന്റെ പുറത്തൊരു ഫിസിക്കൽ കൺട്രോൾ ഉണ്ടാവുമ്പോൾ, ഈവൻ ഇഫ് സമ്മൺ ഡിസ്പ്യൂട്ട്സ്, ഇപ്പൊ നമ്മളെ ഓണർഷിപ്പ് ആരെങ്കിലും ഡിസ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിലും, ഇപ്പൊ ഞാനത് അഡ്വേഴ്സ് പൊസിഷൻ ആണ്, അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഒന്നുകൂടി ഒരു ഐഡിയ കിട്ടും. അഡ്വേഴ്സ് പൊസിഷനൊക്കെ എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്, അല്ലെങ്കിൽ എത്രത്തോളം ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ശരിക്കും പൊസിഷൻ നമ്മൾ പല രീതിയിൽ നിയമം ഡ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പൊ ഇതിൽ ഇത്രയേ ഉള്ളൂ. പൊസഷൻ ഓഫ് നമ്മൾ ടാഞ്ചിബിൾ അല്ലെങ്കിൽ ഫിസിക്കൽ ഒബ്ജക്ട്സ്, നമുക്ക് കാണാനും നമുക്ക് ടച്ച് ചെയ്യാനും നമുക്ക് മെഷർ ചെയ്യാനും പറ്റുന്ന ഒരു ഇതിനെയാണ് നമ്മൾ ബേസിക്കലി കോർപ്പോറിയൽ അല്ലെങ്കിൽ കോർപ്പോറൽ പൊസഷൻ എന്ന് പറയാം. അതിന് ഉദാഹരണമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എന്തൊക്കെയാണ്? അതെ, കാറ്, പെണ്ണ്, നമ്മുടെ വീട്, ലാപ്ടോപ്പ്, പെന്നൊക്കെ ഞാൻ എക്സാമ്പിൾ പറഞ്ഞ പോലെ. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ പുറത്ത് എന്തുണ്ട്? ഒരു ഫിസിക്കൽ കൺട്രോൾ ഉണ്ട്. യു ഹാവ് എ ഫിസിക്കൽ കൺട്രോൾ ഉണ്ട് അതിന്റെ പുറത്ത്. സോ ഈവൻ ഇഫ് സംവൺ ഡിസ്പ്യൂട്ട്സ്, നമ്മുടെ ഓണർഷിപ്പ് ആരെങ്കിലും ഡിസ്പ്യൂട്ട് ചെയ്യുകയാണെങ്കിലും, ആസ് ലോങ് ആസ് യു ഫിസിക്കലി ഹോൾഡ് ഇറ്റ്, നമ്മളിത് ഫിസിക്കലി ഹോൾഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ട്? യു ഹാവ് ദ പൊസഷൻ. നമുക്ക് അതിന്റെ പുറത്ത് പൊസഷൻ ഉണ്ട്. അപ്പൊ നമുക്ക് ഇതിന്റെ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ആയിട്ട് പറയാനെന്നുണ്ടെങ്കിൽ, കീപ്പിംഗ് യുവർ മൊബൈൽ ഫോൺ ഇൻ യുവർ പോക്കറ്റ്. നമ്മൾ പോക്കറ്റിൽ മൊബൈൽ ഫോൺ വെക്കുമ്പോൾ അതെന്താണ്? ദാറ്റ് ഇസ് എ പ്രാക്ടിക്കൽ എക്സാമ്പിൾ ഓഫ് ഇറ്റ്, അല്ലെ? ഇപ്പൊ ഞാൻ ഈ പെൻ എന്റെ കയ്യിൽ വെക്കാണ്, എന്റെ ബാഗിൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? എന്റെ ഒരു കോർപ്പോറിയൽ പൊസിഷൻ ആണത്. ബിക്കോസ് ഞാൻ ഈ ടാഞ്ചിബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ഞാൻ ഓൺ ചെയ്യാണ്. ദിസ് ക്യാൻ ബി സീൻ, ദിസ് ക്യാൻ ബി ടച്ച്ഡ് ആൻഡ് ദിസ് ക്യാൻ ബി മെഷർഡ്, അല്ലെ? മനസ്സിലായോ കോർപ്പോറൽ പൊസിഷൻ എന്താന്നുള്ളത്? ഓക്കെ, സിമ്പിൾ ആണ്. ഓക്കെ, നമ്മളെ ചുറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളെ കോർപ്പോറൽ പൊസിഷൻ ആയിട്ട് വരുന്നത്. സോ നെക്സ്റ്റ് ഇസ് ഇൻകോർപ്പോറിയൽ പൊസഷൻ ആണ്. ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലെ? അപ്പൊ നമ്മൾ യൂട്യൂബിലൊക്കെ ചിലപ്പോൾ നമ്മൾ സ്വന്തമായിട്ടൊരു വീഡിയോ ഒക്കെ, നമ്മൾ റാൻഡം ആയിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് നമ്മൾ ഏതെങ്കിലും സിനിമയിലെ പാട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പാട്ടിട്ട് കഴിഞ്ഞാൽ പറഞ്ഞു ഇതിന് കോപ്പി റൈറ്റ് ഉണ്ട് എന്ന് പറയും, അല്ലെ? എന്താണ് അതിന്റെ അർത്ഥം? കോപ്പി റൈറ്റ്. അപ്പൊ നമ്മൾ വേറൊരാളുടെ റൈറ്റ് എടുത്തു.
അല്ലെ? അല്ലെങ്കിൽ വേറൊരാളുടെ പൊസഷനിലുള്ള ഒരു കാര്യം എടുക്കാണ്. അപ്പൊ ഈ പറയുന്ന കോപ്പിറൈറ്റും ട്രേഡ് മാർക്കും ഒക്കെ നമുക്ക് കാണാൻ പറ്റുമോ? ഇല്ല. അത് ഫിസിക്കലി നമുക്ക് പൊസസ് ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. പക്ഷെ അത് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് പൊസസ് ചെയ്യാൻ പറ്റും അല്ലെ? ഇവന്തോ നമുക്ക് ഫിസിക്കലി അത് കാണാനോ അത് ടച്ച് ചെയ്യാനോ അത് മെഷർ ചെയ്യാനോ പറ്റില്ലെങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ പൊസസ് ഇറ്റ്. അപ്പം അതിന് പറയുന്ന അല്ലെങ്കിൽ ആ പൊസഷന്റെ പേരെന്താണ്? ഇൻകോർപ്പോറിയൽ പൊസഷൻ ആണ്. ഓക്കെ. ഇപ്പൊ നമ്മൾ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കോപ്പിറൈറ്റ് ഉണ്ട്, ട്രേഡ് മാർക്ക് ഉണ്ട്, പേറ്റൻസ്, ഗുഡ് വിൽ ഒക്കെ ഈ ഒരു ഇൻകോർപ്പോറിയൽ പൊസഷന്റെ എക്സാമ്പിൾസ് ആണ്. ക്ലിയർ ആണല്ലോ? ഇനി ഇവിടെ നമ്മൾ പറയുകയാണെങ്കിൽ നമുക്കിപ്പം ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ഈ പെൻ എന്റെയാണ്, അല്ലെങ്കിൽ എന്താ പറയാ ഈ ഒരു ലാപ്ടോപ്പ് എന്റെയാണ്, അല്ലെങ്കിൽ ഈ ഒരു വീട് എന്റെയാണെന്നൊക്കെ പറയുമ്പോൾ അതെന്താണ്? അത് നമുക്കൊരു ഫിസിക്കൽ കൺട്രോൾ ഉണ്ട് അല്ലെ? കോർപ്പോറിയലിൽ നമുക്കൊരു ഫിസിക്കൽ കൺട്രോൾ ഉണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് ഫിസിക്കൽ കൺട്രോൾ ഇല്ല. നമ്മൾ ഇത് എങ്ങനെയാണ് എക്സസൈസ് ചെയ്യുന്നത്? നമ്മൾ ഇത് ഒരു ലീഗലി ആണ് നമ്മൾ ഇതിന്റെ പുറത്ത് കൺട്രോൾ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നമ്മൾ അത് ടച്ച് ചെയ്യുന്നില്ല. ഇവിടെ നമുക്ക് ആ പൊസിഷൻ അല്ലെങ്കിൽ ഇപ്പൊ ആ കോപ്പിറൈറ്റ് എന്റെ പ്രോപ്പർട്ടി ആണ്, അല്ലെങ്കിൽ അത് എന്റെ പൊസിഷനിലാണ് എന്ന് നമ്മളത് തൊടുന്നില്ല, നമ്മളത് കാണുന്നില്ല, നമ്മളത് മെഷർ ചെയ്യുന്നില്ല. പിന്നെ എന്ത് ഉറപ്പിലാണ് നമ്മളതൊരു പൊസിഷൻ ആണെന്ന് പറയുന്നത്? നമ്മളത് പറയുന്നത് അതിന്റെ ലീഗൽ അതോറിറ്റി നമുക്ക് തരുന്നതിലാണ് നമ്മൾ പറയുന്നത്, rather than touching it. നമുക്ക് നിയമം തരുന്ന ഒരു അതോറിറ്റിയിലാണ് നമ്മൾ പറയുന്നത് പൊസിഷൻ is here about legal authority rather than touching the object. ഓക്കെ. ഇപ്പൊ നമ്മളൊരു ട്രേഡ് മാർക്ക് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ യു മേ നോട്ട് ഫിസിക്കലി ഹോൾഡ് ഇറ്റ്. നമ്മളത് ഫിസിക്കലി ഹോൾഡ് ചെയ്യണമെന്നില്ല, ബട്ട് അതേഴ്സ് കനോട്ട് യൂസ് ഇറ്റ് വിതൗട്ട് യുവർ പെർമിഷൻ. അല്ലെ? വേറൊരാൾക്ക് ഇപ്പൊ ട്രേഡ് മാർക്ക് നേരത്തെ ഞാൻ യൂട്യൂബിന്റെ എക്സാമ്പിൾ പറഞ്ഞ പോലെ അല്ലെ, വേറൊരാളുടെ ഇപ്പൊ നമ്മൾ ഈ കണ്ടന്റ് എടുത്ത് വേറൊരാൾക്ക് ഇതേപോലെ ഇടാൻ പറ്റുമോ? ഇല്ല. പക്ഷെ ഈ വീഡിയോ നമുക്ക് തൊടാനോ കാണാനൊക്കെ തൊടാനോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ സംഭവമുള്ള ഒരു മെറ്റീരിയൽ ആയിട്ട് നമുക്ക് കൂട്ടാൻ പറ്റുമോ? ഇല്ല. അല്ലെ? അപ്പൊ നമുക്ക് ഇവിടെ ഫിസിക്കലി ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ എങ്കിൽ കൂടിയും വേറൊരാൾക്ക് നമ്മൾ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല? യൂസ് ചെയ്യാൻ പറ്റില്ല വിതൗട്ട് അവർ പെർമിഷൻ. Is that clear in corporeal possession? Yes, ma'am. Okay. നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് പൊസിഷനെ പറ്റിയിട്ടാണ് നമ്മൾ പറയുന്നത്. ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് പൊസിഷൻ, അതായത് നമ്മൾ ഒരു പൊസസർ ഒരു ഒബ്ജക്റ്റ് പേഴ്സണലി ഹോൾഡ് ചെയ്യാണ്, ഒരു ഇന്റർമീഡിയറിയും ഒന്നുമില്ലാതെ പേഴ്സണലി ഹോൾഡ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെന്ത് പറയും? ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് പൊസിഷൻ എന്ന് പറയും. ഇപ്പൊ ഞാൻ ഒരു കടയിൽ പോയിട്ട് ഒരു പെണ്ണ് വാങ്ങി, ഞാനൊരു 10 രൂപ പൈസ കൊടുത്തിട്ട് ഞാനൊരു പെണ്ണ് വാങ്ങി. ഞാൻ എന്നിട്ട് ആ പെണ്ണ് എവിടെ വെക്കാണ്? എന്റെ ബാഗിന്റെ ഉള്ളിൽ വെക്കാണ്. അപ്പൊ ഇതെന്താണ്? ഒരു ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള പൊസഷൻ ആണ്. വെൻ ദ പൊസസർ പേഴ്സണലി ഹോൾഡ്സ് ഒബ്ജക്ട് വിതൗട്ട് എനി ഒരു ഇന്റർമീഡിയറും ഇല്ല. ഞാൻ പൈസ കൊടുത്ത് വാങ്ങി, അത് ഞാൻ എന്റെ ബാഗിൽ വെക്കുന്നു. ഓക്കെ. ഞാൻ എന്റെ എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ പൊസഷന് ഇവിടെ ഡയറക്റ്റ് ആണ് അല്ലെ? നമ്മളിപ്പോ ഡയറക്റ്റ് പൊസിഷനിൽ എന്താണ്? ഈ പെണ്ണ് ഞാൻ പൈസ കൊടുത്ത് 10 രൂപയ്ക്ക് പൈസ കൊടുത്തിട്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് ഞാൻ എന്റെ ബാഗിൽ ഇടുകയാണ്. അപ്പൊ അത് എന്റെ ഹാൻഡിലാണ് അല്ലെങ്കിൽ എന്റെ കൺട്രോളിലാണ്. വേറൊരാളും അത് കൺട്രോൾ ചെയ്യാനില്ല. എന്റെ ഒരു ബിഹാഫിൽ വേറൊരാളും അത് കൺട്രോൾ ചെയ്യാനില്ല അല്ലെ? ദർ ഇസ് നോ വൺ ഇൻ ബിറ്റ്വീൻ ടു എക്സസൈസ് കൺട്രോൾ ഓൺ മൈ ബിഹാഫ്. കറക്റ്റ് അല്ലേ? എന്റെ ഒരു ബിഹാഫിൽ ഇത് വേറെ ആരും കൺട്രോൾ ചെയ്യില്ല, ഞാനാണ് ഇത് നേരിട്ട് ബാഗിൽ ഇടുന്നത്. സോ ഡയറക്റ്റ് പൊസഷൻ എന്ന് പറയുന്നത് ഐ ടച്ച് ഇറ്റ്, ഐ ഹോൾഡ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് മൈൻ. ഞാനിത് ടച്ച് ചെയ്യുന്നു, ഇത് ഹോൾഡ് ചെയ്യുന്നു, ഇത് എന്റെയാണ്. അതാണ് ഡയറക്റ്റ് പൊസിഷൻ. നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുക. ഞാൻ കടയിൽ പോയി പെണ്ണ് വാങ്ങി, ഞാൻ കടയിൽ പോയിട്ട് പൈസ കൊടുത്തിട്ട് പെണ്ണ് വാങ്ങി. അപ്പൊ ഇത് എന്റെ പൊസിഷൻ ആണ്. കാരണം ഞാൻ പൈസ കൊടുത്ത് ഇതിന്റെ ഇടയിൽ ഒരാളും ഇല്ല. ക്ലിയർ ആണോ? എന്റെ ത്രോട്ട് കുറച്ചൊരു പ്രശ്നം, അതാണ് ഞാൻ ഇടയ്ക്കൊന്നും നിങ്ങൾക്ക് വായിക്കാൻ സമയം തരുന്നു കേട്ടോ. ഓക്കെ. മനസ്സിലാവുന്നുണ്ടല്ലോ? പ്രോപ്പർ ആയിട്ട് ഓഡിബിൾ അല്ലേ? സൗണ്ട് കുറയുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പ്ലീസ് ടെൽ മീ. ഓക്കെ. ഓക്കെ. ആർ യു ഏബിൾ ടു ഫോളോ? ഞാൻ പറയുന്നത് ക്ലിയർ അല്ലേ? വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? ക്ലിയർ ആണ്. ഓക്കെ. ഓക്കെ. ഇല്ലെങ്കിൽ യു ഹാവ് ടു ടെൽ മീ. ഓക്കെ. അപ്പോൾ ഇമ്മീഡിയറ്റ് ഇത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ ഡയറക്റ്റ് എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഇമാജിൻ ചെയ്യും. നമ്മൾ കടയിൽ പോയി 10 രൂപ കൊടുത്തു പെണ്ണ് വാങ്ങി, എന്റെ ബാഗിൽ ഇട്ടു.
ഞാൻ പൈസ കൊടുക്കുന്നതോടുകൂടി ആ പെന്ന് വാങ്ങുന്നതോടുകൂടി അത് എന്തായി, എന്റെ സ്വന്തം പെന്നായി അല്ലെ. അവിടെ വേറെ മൂന്നാമതൊരാളോ ആരും വരുന്നില്ല, രണ്ടാമതൊരാളൊന്നുമില്ല, ഇത് എന്റേതാണ്. സോ പൊസഷൻ ഇസ് ഡയറക്റ്റ് ആൻഡ് ഇറ്റ് ഈസ് ഇൻ മൈ ഹാൻഡ്സ് ഓർ ഇൻ കൺട്രോൾ. I touch it, I hold it, it's mine. And that is direct possession. Clear ആണല്ലോ? നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് മീഡിയറ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആണ്. നേരത്തെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ്. അതായത് നമ്മളിവിടെ ഒരു ഏജന്റ് അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറ്റ് വഴിയാണ് നമ്മൾ എന്തെടുക്കുന്നത്, പൊസഷൻ എടുക്കുന്നത്. പൊസഷൻ ത്രൂ ആൻ ഏജന്റ് അല്ലെങ്കിൽ ഒരു ഇന്റർമീഡിയറി. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ ഒരു വീട് വാങ്ങാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു റിയൽ എസ്റ്റേറ്റ് ഏജന്റ് വഴിയാണ് എന്റെ വീട് വാങ്ങുന്നത്. അപ്പം അയാള് പൊസഷൻ എന്റെ ബിഹാഫിൽ എനിക്ക് വേണ്ടിയിട്ട് അയാളാണ് ആദ്യം പൊസഷൻ എടുക്കുന്നത് അല്ലെ, പിന്നെയാണ് എനിക്ക് കിട്ടുന്നത് അല്ലെ. അപ്പം ഇപ്പൊ എന്റെ ഒരു ഏജന്റ് ആണ്, എന്റെ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് ആണ് ആദ്യം ആ പ്രോപ്പർട്ടി ഫിസിക്കലി പൊസസ് ചെയ്യുന്നത്. ശരിക്കും പൈസ മുടക്കുന്ന പ്രിൻസിപ്പൽ ഞാനാണ്. എനിക്കൊരു ഏജന്റ് ഉണ്ട്, ഏജന്റ് ആണ് എനിക്ക് വേണ്ടിയിട്ട് എക്സ് എന്ന് പറയുന്ന ആളുടെ കയ്യിൽ ആ ഒരു വീട് വാങ്ങുന്നത് അല്ലെങ്കിൽ ആ ഒരു ഫിസിക്കലി ആ പ്രോപ്പർട്ടി പൊസസ് ചെയ്യുന്നത്. ഓക്കെ. പക്ഷെ റിയൽ പ്രൊസസർ ആരാണ്? ശരിക്കും ഞാനാണ് ഇവിടെ പൈസ ഇറക്കുന്നതും ഞാനാണ് ഇവിടുത്തെ മാസ്റ്റർ അല്ലെങ്കിൽ പ്രിൻസിപ്പൽ അല്ലെ. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ഇപ്പൊ ആരാണ് ആ ഒരു പൊസഷൻ ഏറ്റെടുക്കുന്നത്? ഇന്റർമീഡിയറ്റ് ആയിട്ട് ആരാണ് ഏറ്റെടുക്കുന്നത്? ഏജന്റ് ആണ്. ഓക്കെ. സോ ലീഗൽ റൈറ്റ് ഓഫ് പൊസഷൻ റിമെയിൻസ് വിത്ത് ദ പ്രിൻസിപ്പൽ. ഞാനാണ് പൈസ ഇറക്കിയത്, അത് എന്റെ പ്രോപ്പർട്ടിയാണ് അല്ലെ. അപ്പൊ ആ ലീഗൽ റൈറ്റ് ഓഫ് പൊസഷൻ എന്റെ കയ്യിൽ തന്നെയാണ്. അതിപ്പോ എന്റെ ഏജന്റ് ആണ് സംഭവം അത് ഹോൾഡ് ചെയ്യുന്നത്, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്റേതാണ് അത് സംഭവം. ഇപ്പൊ ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പൊ നമ്മളെ ഡ്രൈവർ നമ്മളെ വണ്ടി ഓടിക്കാണ് അല്ലെ. ഇപ്പൊ എനിക്കൊരു ഡ്രൈവർ ഉണ്ട്. ഡ്രൈവർ എന്താ പറയാ, എന്റെ വണ്ടി ഓടിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവിടെ ഡ്രൈവറിന്റെ കയ്യിൽ ഒരു ഇൻഡയറക്റ്റ് പൊസിഷൻ ആണുള്ളത് അല്ലെ. ശരിക്കും ആരാണ് അല്ലെ? ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഓക്കെ. അപ്പം നമ്മൾ ഫിസിക്കലി പൊസസ് ചെയ്യുന്ന പ്രോപ്പർട്ടി നമ്മൾ ആ ഒരു ഏജന്റ് ആണ് ഇവിടെ ഫിസിക്കലി പൊസസ് ചെയ്യുന്നത്. പക്ഷെ റിയൽ പൊസസർ ആരാണ്? ഇസ് എ പ്രിൻസിപ്പൽ അല്ലെങ്കിൽ നിങ്ങളാണ്. അപ്പൊ പൊസഷന്റെ ലീഗൽ റൈറ്റ്സ് പ്രിൻസിപ്പൽ ആണ് റിമെയിൻ ചെയ്യുന്നത്. ഈവൻ ഇഫ് സമ്മൺ എൽസ്, വേറെ ആരെങ്കിലും ആ ഒബ്ജക്റ്റ് ഹോൾഡ് ചെയ്യുകയാണെങ്കിലും അതെന്താണ്? അത് പ്രിൻസിപ്പലിന്റെ അടുത്താണ് അത് നിൽക്കുന്നത്. മനസ്സിലായോ എല്ലാവർക്കും? ക്ലിയർ ആണോ? അല്ല, ഇപ്പൊ ഞാൻ ഡ്രൈവറിന്റെ കാര്യം പറഞ്ഞു. ഡ്രൈവറിലാണ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. നമ്മള് മോളിലൊക്കെ പോയി കഴിഞ്ഞാൽ വാലെ പാർക്കിംഗ് ഉണ്ട് അല്ലെ. അപ്പൊ ഈ വാലറ്റ് പാർക്കിംഗിൽ എന്താ ഉള്ളത്? നമ്മളെ കാർ അവർക്ക് കൊടുക്കുന്നു. അപ്പൊ അവർക്ക് തൽക്കാലം അവർക്കൊരു പൊസിഷൻ ഉണ്ട്. പക്ഷെ ശരിക്കുള്ള ആളാരാണ്? നമ്മൾ തന്നെയാണ്. ക്ലിയർ ആയല്ലോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ. അപ്പൊ ഞാൻ ഈ സ്ലൈഡ് ഒന്ന് വായിച്ചു നോക്കൂ എല്ലാവരും. നമ്മൾ 4 ടൈപ്പ് വി ഹാവ് ഡിസ്കസ് നൗ. സോ പ്ലീസ് റീഡ് ഇറ്റ്. കോർപ്പോറിയൽ പൊസഷൻ എന്താ നോക്കുക. ഓക്കെ.
സോ ജസ്റ്റ് റീഡ് ഇറ്റ് 1 സെക്കൻഡ്. ഞാൻ ചാർജർ ഒന്ന് ഓൺ ചെയ്യട്ടെ. ഓക്കെ, ഇതൊന്ന് വായിച്ചു നോക്കൂ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് കൺസ്ട്രക്റ്റീവ് പൊസിഷൻ ആണ്. ഞാൻ ഈ സ്ലൈഡ് ഒന്ന് ഓൺ ചെയ്തോടാ, ഇതൊന്ന് വായിച്ചു നോക്കൂ. എന്തൊന്ന് സ്വിച്ച് ഓൺ ചെയ്യട്ടെ. ഓക്കെ, സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് കൺസ്ട്രക്റ്റീവ് പൊസിഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, കൺസ്ട്രക്റ്റീവ് പൊസിഷൻ എന്ന് പറയുമ്പോൾ നമ്മളിവിടെ ശരിക്കും അയാൾക്ക് ഒരു സിംബോളിക് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, അയാൾക്ക് ഇത് കൊടുക്കാണ്, പൊസിഷൻ കൊടുക്കാണ് സിംബോളിക് ആയിട്ട്. ഇപ്പൊ ഞാൻ ഉദാഹരണത്തിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഡ്രൈവർക്ക് നമ്മൾ കാറിന്റെ കീ കൊടുക്കാണ്. ഓക്കെ, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ സപ്പോസ് ഇങ്ങനെ ചെയ്യുമല്ലോ, നമ്മളിപ്പോ വീടൊക്കെ പൂട്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അല്ലെ, നമുക്ക് പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ നമ്മളെ നെയ്ബേഴ്സിന്റെ കയ്യിലൊക്കെ നമ്മളെ വീടിന് ചാവി കൊടുക്കും അല്ലെ, അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യാറുണ്ട് അല്ലെ. അല്ലെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് ആണെങ്കിൽ നമ്മൾ അപ്പുറത്തെ റൂംമേറ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പുറത്തെ റൂമിലുള്ള ആൾക്കും നമ്മളൊരു കീ ഒക്കെ കൊടുക്കും അല്ലെ. അപ്പൊ അതൊക്കെ എന്താണ്, അതൊക്കെ നമ്മളൊരു കൺസ്ട്രക്റ്റീവ് പൊസിഷൻ ആണ് നമ്മൾ കൊടുക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പം പൊസഷൻ ഗ്രാന്റഡ് ബൈ ലോ ഒരു സിംബോളിക് ആയിട്ട് നമ്മൾ കൺട്രോൾ കൊടുക്കാണ്, നിയമപ്രകാരമോ അല്ലെങ്കിൽ സിംബോളിക് ആയിട്ട് നമ്മൾ കൊടുക്കാണ്, വിതൗട്ട് ഫിസിക്കൽ കൺട്രോൾ. ഇവിടെ എന്തില്ല, ഇവിടെ ഫിസിക്കൽ കൺട്രോൾ ഇല്ല. നമ്മൾ കാർ കീസ് നമ്മൾ ഡ്രൈവർക്ക് കൊടുക്കാണ്. ഓക്കെ, സോ ദ ഡ്രൈവർ ഇസ് എ കൺസ്ട്രക്റ്റീവ് പൊസസർ. ഡ്രൈവർ എന്താണ് അപ്പൊ അവിടെ ഒരു കൺസ്ട്രക്റ്റീവ് പൊസസർ ആണ്. ഇപ്പൊ നമുക്ക് ഇതിന് എക്സ്പ്ലനേഷൻ പറയുകയാണെങ്കിൽ നമ്മൾ ലീഗലി അലൗ ചെയ്യാണ് someone ടു കൺട്രോൾ ഓർ യൂസ് യുവർ പ്രോപ്പർട്ടി. വേറൊരാളോട് നമ്മളെ പ്രോപ്പർട്ടി കൺട്രോൾ ചെയ്യാനോ നമ്മളെ പ്രോപ്പർട്ടി യൂസ് ചെയ്യാനോ നമ്മൾ കൊടുക്കണം അല്ലെ. ശരിക്കും ഇറ്റ്സ് നോട്ട് ഫിസിക്കലി, അത് അവരുടെ കയ്യിലല്ല അത് ഫിസിക്കലി നിൽക്കുന്നത് അല്ലെ. ഇപ്പം അത് ഡ്രൈവർക്ക് നമ്മളൊരു കീ കൊടുക്കുന്നു എന്ന് വിചാരിച്ചിട്ട് അതെന്താണ്, ആ പൊസിഷൻ നമ്മൾ അങ്ങനെ കൊടുക്കുന്നില്ല. അതൊരു സിംബോളിക് ആയിട്ട് നമ്മൾ അവരുടെ കയ്യിൽ ആ കീ ഉണ്ടെന്നേ ഉള്ളൂ അല്ലെ. ചിലപ്പോ ആ കാറ് ഞാൻ ടച്ച് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ കാറിന്റെ കീ നിങ്ങളുടെ കയ്യിലാണ്, പക്ഷെ ആർക്കാണ് അതിന്റെ കൺട്രോൾ ലീഗലി ഉള്ളത്? എനിക്കാണ്, എന്റെ വണ്ടിയാണ്, എനിക്കാണ് അതിന്റെ കൺട്രോൾ കംപ്ലീറ്റ്ലി ഉള്ളത്. അപ്പൊ ഞാൻ എന്റെ ഡ്രൈവറോട് എന്റെ വണ്ടിന്റെ ചാവി കൊടുക്കുന്നതോടുകൂടി എന്താണ്, അയാൾക്ക് ആ വണ്ടി യൂസ് ചെയ്യാം അല്ലെ. അയാളായിരിക്കും ചിലപ്പോൾ ആ വണ്ടി അധികം യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ, എന്നെ ഡ്രോപ്പ് ചെയ്യാനും ഇതാക്കാനും അങ്ങനെയുള്ള ഇതന്നെയല്ലേ മീഡിയേറ്റ് പൊസിഷനിൽ പറഞ്ഞു. ആ മീഡിയേറ്റിലും ഏകദേശം ഈ ഒരു കോൺസെപ്റ്റ് തന്നെയാണ്, വേറൊരു ആൾ അതിന്റെ ഇടയിൽ വരുന്നുണ്ട്. ഓക്കെ, ഇതും ആ ഒരു ഏകദേശം ഇവർ തമ്മിൽ വലിയൊരു ഡിഫറൻസുകളൊന്നുമില്ല. ഇത് ഓരോ ടൈപ്പ് എഴുതുമ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നതാണ്. ഓക്കെ, അപ്പൊ മീഡിയേറ്റിലും ഇന്റർമീഡിയറ്റിലും നമുക്ക് മീഡിയേറ്റിൽ നമുക്ക് വലിയൊരു എക്സാമ്പിൾ ആയിട്ടുള്ളത് ആ ഏജന്റിന്റെ ഹൗസും കാര്യങ്ങളൊക്കെയാണ്. ഏജന്റ് ആയിട്ട് വരുമ്പോൾ നമ്മൾ കറക്റ്റ് കൊടുക്കുകയാണ്. ഇത് ഞാൻ ജസ്റ്റ് ഒരു സിമ്പിൾ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞാണ്. പക്ഷെ നമുക്ക് കൺസ്ട്രക്റ്റീവിലാണ് നമ്മൾ ഡ്രൈവറിന്റെ കാര്യം കുറച്ചും കൂടി ആപ്റ്റ് ആവുന്നത്. മറ്റേ സ്ഥലത്ത് നിങ്ങൾക്ക് ചെറിയ ഈ ഡ്രൈവറിന്റെ എക്സാമ്പിളിന് ഒരു ചെറിയ ഓവർലാപ്പിംഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടെങ്കിലും മീഡിയേറ്റ് പൊസിഷൻ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലാരിറ്റിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു എക്സാമ്പിൾ ആണ് എന്ത്, ഞാൻ പറഞ്ഞ നമ്മളെ ഒരു ഏജന്റിന്റെ കയ്യിൽ പറഞ്ഞല്ലോ നമ്മള് ഹൗസ് നമ്മൾ, അല്ലെങ്കിൽ എനിക്ക് സപ്പോസ് ഞാൻ അബ്രോഡ് ആണ്, അപ്പം എനിക്ക് ഒരു വീട് വേണം. അപ്പൊ ഞാനൊരു റിയൽ എസ്റ്റേറ്റ് ഏജന്റിനെ കൊണ്ട് റെഡിയാക്കി പൈസ ഒക്കെ കൊടുത്തപ്പോ ഈ പൊസിഷൻ ആരുടെ കയ്യിലായിരിക്കും? ഏജന്റിന്റെ കയ്യിലായിരിക്കും അല്ലെ. പിന്നീട് ഞാൻ നാട്ടിൽ വന്ന് റെഡിയാക്കുന്നത് വരെ ആ പൊസിഷൻ അയാളുടെ അടുത്തായിരിക്കും. ഇവിടുത്തെ പൈസ പോകുന്നതും ലീഗലി ഒക്കെ പോകുന്നത് എന്റെ അടുത്തുനിന്നായിരിക്കും. അയാളായിരിക്കും അപ്പൊ അത് ലീഗലി പൊസസ് ചെയ്യുന്നുണ്ടാവുക. മനസ്സിലായോ? അപ്പൊ ഇവിടെ എന്ന് പറയുന്നത് കൺസ്ട്രക്റ്റീവ് ആണ്. കൺസ്ട്രക്റ്റീവ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ആ ഡ്രൈവർക്ക് ഒരു കീ കൊടുക്കുന്നതോടുകൂടി ഡ്രൈവർ അവിടെ ഒരു കൺസ്ട്രക്റ്റീവ് പൊസസർ ആയിട്ട് മാറാണ്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ഈസ് അഡ്വേഴ്സ് പൊസഷൻ ആണ്. അഡ്വേഴ്സ് പൊസഷൻ എന്ന് പറയുമ്പോൾ ലീഗൽ ടൈറ്റിൽ ഇല്ലാതെ നമ്മൾ പൊസസ് ചെയ്യാണ്. ഓക്കെ, ഇതാണ് ഇത് കുറച്ചൊരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കുറച്ചൊരു കൂടുതൽ എക്സ്പ്ലനേഷൻ വേണ്ട ഒരു ടോപ്പിക് ആണ്. ഇത് ഞാൻ ഇപ്പൊ എടുത്താൽ നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ അഡ്വേഴ്സ് പൊസിഷൻ ലാസ്റ്റ് എടുക്കാം. ഓക്കെ, ഇത് കുറച്ചും കൂടി ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വേണം. അതിനുള്ള എനർജി ഇന്ന് എനിക്കില്ല. ബിക്കോസ് ഐ വാണ്ടഡ് യു ടു അഡ്വേഴ്സ് പൊസിഷൻ അത്രയും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നിങ്ങൾക്ക് എടുത്തു തരേണ്ട ഒരു ടോപ്പിക്കാണ്. അപ്പൊ അത് ഞാൻ നെക്സ്റ്റ് ക്ലാസ്സിൽ അഡ്വേഴ്സ് പൊസിഷൻ വേറെ എടുക്കാം. ഓക്കെ, കാരണം ഇപ്പൊ പറഞ്ഞാലും അത് എനിക്ക് അറിയില്ല അത് എത്രത്തോളം നിങ്ങൾക്ക് കൺവേ ചെയ്യാൻ പറ്റുമെന്ന്. ഓക്കെ, കാരണം അത് വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ്.
അഡ്വേഴ്സ് പൊസിഷൻ. വിൽ ഡിസ്കസ് ദാറ്റ്. നമുക്ക് നെക്സ്റ്റ് പൊസിഷനിലോട്ട് കിടക്കാം. ദാറ്റ് ഇസ് ഡിഫാക്ടോ. ഡിഫാക്ടോക്ക് ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ? എന്താന്ന് ഓർമ്മ ഉണ്ടോ? ഒരു എക്സാമ്പിൾ പറഞ്ഞ ആരെങ്കിലും ഡിഫാക്ടോ പൊസിഷനിൽ? അത് ഞാൻ അതിൽ കൊടുത്തിട്ടുണ്ട് അല്ലെ? ഓക്കെ, ഒരു തീഫ് അവിടെ, അതെ അതെ, ബൈക്ക് സ്റ്റോൾ ചെയ്യാണ് അല്ലെ? അപ്പൊ അവിടെ എന്താണ് ശരിക്കും? അയാൾക്ക് അവിടെ ആക്ച്വൽ പൊസിഷൻ ഉണ്ട്, അയാൾക്ക് അവിടെ ഫിസിക്കൽ പൊസിഷൻ ഉണ്ട്, പക്ഷെ എന്തില്ല? അതെ അതെ, തീഫ് സ്റ്റോൾ ചെയ്യുമ്പോ അപ്പൊ അയാൾക്ക് എന്തില്ല? ലീഗാലിറ്റി ഇല്ല. ഒരാളുടെ മോഷ്ടിച്ച ഒരു സാധനം നമ്മളുടെ പൊസിഷനിലാണെങ്കിലും അതെന്താണ്? അതിന്റെ പുറത്ത് നമുക്ക് പൊസഷൻ ഉണ്ട്, പക്ഷെ ആ പൊസഷൻ നമ്മൾ പറയുന്നതാണ് ഡിഫാക്ടോ പൊസഷൻ. ഒരു തീഫ് ഒരു സ്റ്റോളൻ ബൈക്ക് പൊസസ് ചെയ്യുക എന്നുള്ളത്. അപ്പൊ പൊസഷൻ ശരിക്കും പറയുകയാണെങ്കിൽ എക്സിസ്റ്റ് ഇൻ റിയാലിറ്റി. റിയാലിറ്റിയിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് അല്ലെ? അതായത് ഇപ്പൊ ഒരാള് ഒരു മോഷ്ടിച്ച ഒരാള് ബൈക്ക് മോഷണം കൊണ്ടുപോവുകയാണെങ്കിൽ അയാൾക്ക് അതിന്റെ പൊസിഷൻ ഉണ്ട്, അതൊരു റിയാലിറ്റി ആണ് അല്ലെ? അത് ഫാക്ച്വൽ ആയിട്ട്, കാരണം അയാളുടെ പക്കലാണ് അതുള്ളത്, അപ്പൊ അയാൾക്ക് അത് പൊസിഷൻ ഉണ്ട്. പക്ഷേ അത് എത്രത്തോളം ലീഗലി റെക്കഗ്നൈസ്ഡ് ആണോ അല്ലേ എന്നുള്ളതൊക്കെ നമ്മൾ എന്ത് ചെയ്യാണ്? അത് പിന്നീട് നമുക്ക് അതിന്റെ നേച്ചർ എന്നാണ്. ഇപ്പൊ ഒരു മോഷ്ടിച്ചൊരു കാര്യത്തിന് നമുക്കൊരു ലീഗൽ പൊസിഷൻ പറയാൻ പറ്റുമോ? ഇല്ല. മോഷ്ടിച്ചൊരു സാധനം ഇറ്റ് ഇസ് നോട്ട് എ ലീഗൽ പൊസിഷൻ. ഓക്കെ, അപ്പോൾ ഒരു ഫാക്ച്വൽ പൊസിഷനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് അതിന്റെ പുറത്ത് ഒരു ഫാക്ച്വൽ കൺട്രോൾ ഉണ്ട്. അല്ലെങ്കിൽ ഒരാൾ മോഷ്ടിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് ആ വസ്തു അയാളുടെ പക്കലാണ്, അയാൾക്ക് പൊസിഷൻ ഉണ്ട്. അതിനെ നമ്മൾ ഫാക്ച്വൽ പൊസിഷൻ എന്നാണ് പറയുന്നത്. അത് മറക്കരുത്. ഇറ്റ് ഈസ് നോട്ട് എ ലീഗൽ പൊസിഷൻ. ലീഗൽ പൊസിഷൻ എന്ന് പറയുമ്പോൾ അത് നമുക്കൊരു ലോഫുൾ ഓണർഷിപ്പ് തന്നെ വേണം. ഓക്കെ, ക്ലിയർ ആയോ? ഫൈൻഡർ ഓഫ് ലോസ്റ്റ് ഗുഡ്സ്, അപ്പൊ അത് ഇവിടെ വരുമോ ഡിഫാക്ടോ പൊസിഷനിൽ? ഇല്ല, ഫൈൻഡർ ഓഫ് അയാൾക്ക് ഗുഡ് ഫെയ്ത്തിലുള്ള പൊസിഷൻ ആണിത്. അത് ഇവിടെ വരുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് എല്ലാ രീതിയിലും അത് കണ്ടുപിടിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ടും അയാൾ കണ്ടുപിടിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് അയാളുടെ ഇന്റൻഷൻ ഒക്കെ വെച്ചിട്ട് പോകാൻ പറ്റും. മനസ്സിലായോ? അപ്പൊ ഇന്റൻഷൻ അങ്ങനെ മോശമായിട്ടുള്ള ഒരു ഇന്റൻഷൻ ആണെന്നുണ്ടെങ്കിൽ വരും. അല്ലാത്ത രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ബിക്കോസ് അയാൾ ഗുഡ് ഫെയ്ത്തിൽ എന്താ പറയാ, അയാൾക്ക് വേറൊരാളെ ഗുഡ്സ് കിട്ടി, അയാൾ എല്ലാ രീതിയിലും അയാൾ അതിനെ നോക്കുന്നുണ്ട്, അതായത് അയാളിലേക്ക് എത്തിക്കാൻ, അതിന്റെ ഓർഡറിനെ കണ്ടുപിടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡിഫാക്ടോ വരില്ല. ഐ മീൻ അതിനൊരു ലീഗാലിറ്റി ഉണ്ട് അപ്പോഴും, കാരണം അയാൾ ഗുഡ് ഫെയ്ത്തിൽ എക്സസൈസ് ചെയ്യാണ്. മനസ്സിലായോ? ഇവിടെ നമ്മൾ ജസ്റ്റ് ഒറ്റൊരു ആംഗിളിൽ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് ഡിഫാക്ടോ എന്ന രീതിയിൽ, അതായത് ഡിഫാക്ടോ എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. ഇപ്പം ഈ പെണ്ണ് എന്റെ ഡിഫാക്ടോ പൊസിഷനാണ്. ഇതിപ്പോ ഞാൻ മോഷ്ടിച്ചതാണോ അതോ ഇത് എന്റെ സ്വന്തമാണോ എന്നുള്ളതിനൊന്നും ഇവിടെ റെലവൻസ് ഇല്ല. ഇത് ഞാൻ പൊസസ് ചെയ്യുന്നു, എന്റെ കയ്യിൽ ഇതുണ്ട്, അപ്പൊ എന്താ അതിന്റെ അർത്ഥം? ഡിഫാക്ടോ പൊസിഷൻ ആണ് അല്ലെ? ഇഫ് ഐ ഹോൾഡ് ഇറ്റ്, ഇപ്പൊ ചിലപ്പോ ഇത് മോഷ്ടിച്ചതായിരിക്കാം, ഫാക്ച്വലി ശരിക്കും ഇൻ റിയൽ ഞാനിത് ഹോൾഡ് ചെയ്യുന്നുണ്ട് അല്ലെ? പക്ഷെ നിയമം ചിലപ്പോ ഇത് എന്റേതാവണം എന്നൊന്നും പറയണം എന്നില്ല. ഇപ്പൊ നമ്മള് ആൾക്ക് പൊസഷൻ ഉണ്ടോ എന്നാണ് നമ്മൾ നോക്കുന്നത്. ആക്ച്വൽ ഫിസിക്കൽ പൊസഷൻ റിഗാർഡ്ലെസ് ഓഫ് ദ ലീഗാലിറ്റി. ഞാനിത് മോഷ്ടിച്ചതാണോ, ഞാൻ എന്റെ സ്വന്തം പൈസ കൊടുത്ത് വാങ്ങിയതാണോ എന്നുള്ളതിനൊന്നും അവിടെ റെലവൻസ് നമ്മൾ നോക്കുന്നില്ല. ആ ലീഗൽ സൈഡ് നമ്മൾ നോക്കുന്നില്ല. ഇയാൾ തന്നെയാണോ, ഇയാളിത് സ്വന്തം അധ്വാനിച്ച് വാങ്ങിയതാണോ അതോ ഇയാൾ മോഷ്ടിച്ചതാണോ എന്നുള്ള സാധനങ്ങളൊന്നും ഇവിടെ നമ്മൾ സംസാരിക്കുന്നില്ല. അയാൾക്ക് പൊസഷൻ ഉണ്ടോ, അയാൾക്ക് അതിന്റെ ഫിസിക്കൽ പൊസഷൻ ഉണ്ടോ എന്നുള്ളത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, സോ ഡിഫാക്ടോ പൊസിഷൻ എന്ന് പറയുമ്പോൾ ദാറ്റ് ഇസ് ദ ആക്ച്വൽ ഫിസിക്കൽ പൊസഷൻ റിഗാർഡ്ലെസ് ഓഫ് ലീഗാലിറ്റി. ഓക്കെ, അപ്പൊ ഒരു തീഫ് പൊസസിങ് എ സ്റ്റോളൻ ബൈക്ക്. അപ്പൊ പൊസഷൻ ശരിക്കും നമ്മളെ റിയാലിറ്റീസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതാണ്, പക്ഷേ ഇറ്റ് മേ നോട്ട് ബി റെക്കഗ്നൈസ്, അത് ലീഗലി റെക്കഗ്നൈസ് ചെയ്യണം എന്ന് ഇല്ല. ഞാനതാ പറഞ്ഞു. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി ഒക്കെ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞപ്പോ അതും വരും. മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി ഒക്കെ അവർക്ക് ഇന്റൻഷൻ മോശമായിട്ടുള്ള ഇന്റൻഷൻ ആണല്ലോ, ആ പ്രോപ്പർട്ടി അവർ മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യാന്നുള്ളതല്ലേ. അപ്പൊ അതൊക്കെ നമുക്ക് ഡിഫാക്ടോയിൽ കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്റൻഷൻ ഈസ് ഓൾസോ നമ്മൾ അതിന്റെ ഒരു ലീഗൽ സൈഡും കൂടി നോക്കിയിട്ട് നമുക്കത് പറയാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇനിയിപ്പോ മിസ്അപ്രോപ്രിയേഷൻ അല്ല, അയാൾ മോഷ്ടിച്ചിട്ടാണ്, അല്ലെങ്കിൽ അയാൾ കൊന്നിട്ടാണ്, അല്ല അയാൾ അധ്വാനിച്ചിട്ടാണെന്നുണ്ടെങ്കിലൊക്കെ നമ്മൾ ഇവിടെ ഒറ്റ സാധനമേ നോക്കുന്നുള്ളൂ ഡിഫാക്ടോയില്, അയാളുടെ പൊസിഷനിൽ ഉണ്ടോ ഇല്ലേ.
ഈ പെണ്ണ് എന്റെ അടുത്തുണ്ട് അല്ലെ? അപ്പൊ ഡിഫാക്ടോയിൽ നിങ്ങൾ എന്താ പറയണ്ടേ? ഡിഫാക്ടോ പൊസഷൻ എനിക്കാണ്. ഇതിന്റെ മുതലാളി ആരാന്നോ അല്ലെങ്കിൽ ഇത് എങ്ങനെ വാങ്ങിയതാന്നുള്ളതൊന്നും ഇവിടെ റെലവെന്റ് അല്ല. ദാറ്റ് കംസ് അണ്ടർ ഡീജർ പൊസഷനിലാണ് ഇത് വരും. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഇത് ഒരു ലീഗലി റെക്കഗ്നൈസ്ഡ് പൊസഷൻ ആണ്. ഇവിടുത്തെ ഒരു എക്സാമ്പിൾ എന്താ വെച്ചാൽ ഡിഫാക്ടോ എന്ന് ഉദ്ദേശിച്ച് ഞാൻ എന്താ പറഞ്ഞേ? ഡിഫാക്ടോ എന്ന് ഉദ്ദേശിച്ച് ഇത് എന്റെ കയ്യിലുണ്ടോ, അപ്പൊ അവിടെ ഒരു ഇത് വരികയാണ് അല്ലെ? ഡീജോറിൽ എന്താ പ്രത്യേകത എന്നറിയോ? ഇതൊരു നിയമം, അതെ, നിയമം കൊടുക്കുന്ന ഒരു പൊസഷൻ ആണിത്. വെദർ ഓർ നോട്ട് ദ ഒബ്ജക്ട് ഇസ് ഫിസിക്കലി ഹെൽഡ്. ഇതിപ്പോ ഞാൻ ഫിസിക്കലി ഹെൽഡ് ചെയ്യണം എന്നില്ല അല്ലെ? ഇപ്പൊ ഞാൻ നേരത്തെ ടെനന്റിന്റെ കാര്യം പറഞ്ഞ പോലെ, ടെനന്റിന്റെ അല്ല, ലാൻഡ് ലോർഡിന്റെ കാര്യം. ഇപ്പൊ നമ്മളൊക്കെ ഓരോ സാധനങ്ങൾ റെന്റിന് വാങ്ങാറുണ്ടല്ലോ അല്ലെ? ഇപ്പം എന്താ പറയാ, നമ്മളിപ്പോ പല സംഭവങ്ങളും റെന്റിന് വാങ്ങും. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഡ്രസ്സൊക്കെ നമ്മൾ റെന്റിനൊക്കെ വാങ്ങും അല്ലെ? അപ്പൊ അവിടെ എന്താണ്, അവിടെ ഒരു, അതെ, അപ്പൊ അവിടെ ഒരു ലീഗലി റെക്കഗ്നൈസ്ഡ് പൊസഷൻ ആണ് അവിടെ വരുന്നത് അല്ലെ? അപ്പൊ അത്, അതായത് അതിന്റെ ഓണറോ അല്ലെങ്കിൽ മറ്റേ ആൾ, അപ്പൊ നിയമം കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണത്, അല്ലെങ്കിൽ നിയമത്തിലൂടെ വരുന്ന ഒരു പൊസഷൻ ആണത്. അവിടെ ഇപ്പൊ നമ്മൾ ഡിഫാക്ടോയിൽ പറഞ്ഞ മാതിരി അയാൾ ആ സാധനം ഹോൾഡ് ചെയ്യണം എന്നൊന്നും ഇവിടെ ഒരു നിർബന്ധമില്ല. അയാളുടെ കയ്യിൽ ആ മെറ്റീരിയൽ ഒബ്ജക്റ്റ് അയാൾ ഹോൾഡ് ചെയ്യണം എന്നുള്ള ഒരു കണ്ടീഷനും ഇവിടെ ഇല്ല. അവിടെ എന്ത് മാത്രമേ ഉള്ളൂ, അതിനെ ലീഗലി റെക്കഗ്നൈസ് ചെയ്യണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ ലോ റെക്കഗ്നൈസിങ് ദ ഓണർ ഓഫ് എ ഹൗസ് അല്ലെ? ഇവൻ ഇഫ് സമ്മൺ എൽസ് ടെമ്പററി ഓക്യുപ്പൈങ് ഇറ്റ്. ഇപ്പം എന്റെ വീട് ഞാൻ വേറൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് പൊസഷൻ ഉണ്ട് അല്ലെ? നിയമത്തിന്റെ മുന്നിൽ എനിക്ക് എന്റെ പ്രോപ്പർട്ടി ആണത് അല്ലെ? എന്റെ വീടാണ്, കാര്യങ്ങളാണ്. ഞാനിപ്പോ റെന്റിന് കൊടുത്തിട്ടുണ്ടെങ്കിലും അത് എന്റെ തന്നെയാണ് അല്ലെ? അപ്പൊ നിയമം ഒരു ഓർഡർ എന്നുള്ള നിലയ്ക്ക് എനിക്ക് അവിടെ ഒരു റെക്കഗ്നിഷൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ കൂടിയിട്ടും ആ സാധനത്തിന്റെ പുറത്ത് എനിക്കൊരു പൊസഷൻ അവിടെ നിയമം തരുന്നുണ്ട്. ലോ സേസ് ഇറ്റ്സ് മൈൻ ഈവൻ ഇഫ് ഇറ്റ്സ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. അത് എന്റെ കയ്യിൽ ഇല്ലെങ്കിൽ കൂടിയിട്ടും ലോ പറയുന്നുണ്ട് ഇറ്റ്സ് മൈൻ എന്നുള്ളത്. ക്ലിയർ ആണോ? ഇസ് ദാറ്റ് ക്ലിയർ? അപ്പൊ ഐ ഹോപ്പ് ഡിഫാക്ടോ ആൻഡ് ഡീജോർ തമ്മിലുള്ള ഡിഫറൻസ് പ്രോപ്പർ ആയിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു അല്ലെ? ഡിഫാക്ടോ എന്ന് പറയുമ്പോൾ ഒറ്റൊരു കാര്യം മനസ്സിലാക്കുക, അത് കയ്യിലുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ ആ ഒബ്ജക്റ്റ് മെറ്റീരിയലി നമ്മൾ ഹോൾഡ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതിനാണ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അല്ലെങ്കിൽ ആ ഭാഗമാണ് നമ്മൾ വിലയിരുത്തുന്നുള്ളൂ. ഡീജോറിൽ എന്താണ്, നമ്മൾ പൊസസ് ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് ഇവിടെ റെലവെന്റ് അല്ല. പക്ഷെ പിന്നെ എന്താണ് റെലവെന്റ്, അത് നമുക്ക് ലീഗലി നിയമം പറയുന്നുണ്ടോ അത് എന്റേതാണ് എന്നുള്ളത്. അപ്പൊ നമ്മൾ സംഭവം റെന്റിന് കൊടുക്കുമ്പോൾ നിയമം പറയുന്നുണ്ട് അത് സഹല എന്ന് പറയുന്ന ആളുടെ പ്രോപ്പർട്ടി ആണ്. ഇവൻ ഇഫ് ഞാൻ റെന്റിന് കൊടുത്താലും ഇല്ലെങ്കിലും ഡീജർ പൊസഷൻ എനിക്കുണ്ട്. ഇപ്പൊ നമ്മൾ വണ്ടിയൊക്കെ റെന്റിന് എടുക്കല്ലോ, അപ്പൊ വണ്ടിന്റെ ഓണർക്കുള്ള പൊസഷൻ ഉണ്ട്, നിയമം അയാൾക്ക് കൊടുക്കുന്നുണ്ട്. ഇവൻതോ അയാൾ അത് എപ്പോഴും ആ വണ്ടി പിടിച്ചു കൊണ്ടുപോകണം എന്നില്ല, അല്ലെങ്കിൽ വണ്ടി നമ്മൾ കസ്റ്റഡിയിലാവണമെന്നില്ല. റെന്റിന് കൊടുക്കുമ്പോൾ എന്തായാലും അത് ഓണറിന്റെ കയ്യിൽ നിന്ന് അത് പോവാണല്ലോ അല്ലെ? Is that clear everyone? Yes, ma'am. Okay. അപ്പൊ നമ്മൾ ഇത്രയും ഡിഫറൻസസ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പൊസഷൻ പഠിച്ചു. കോർപ്പോറിയൽ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ അല്ലെ? ഇനിയിപ്പോ ഇതിൽ വേറെ, ഇനിയിപ്പോ ഒരു കോർപ്പോറിയൽ റൈറ്റുകളും ഒക്കെ പഠിക്കും നിങ്ങൾ അല്ലെ? കോർപ്പോറിയൽ എന്ന വാക്കിന്റെ കൂടെ റൈറ്റും കാര്യങ്ങളും, അല്ലെങ്കിൽ എന്തൊരു സാധനം മാറ്റുകയാണെങ്കിലും അത് ലോജിക്കലി യു ഹാവ് ടു റിലേറ്റ് ആൻഡ് സ്റ്റഡി. നെക്സ്റ്റ് ഇസ് ഇൻകോർപ്പോറിയൽ. ഓക്കെ, ഐ ഹോപ്പ് ഇൻകോർപ്പോറിയൽ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കണു. ഫൈൻ. നെക്സ്റ്റ് ഇസ് ഇമ്മീഡിയറ്റ് അല്ലെങ്കിൽ ഡയറക്റ്റ് പൊസഷൻ എന്താന്നുള്ളത്. ഓക്കെ, സോ പൊസസർ നമ്മൾ ഒബ്ജക്റ്റ് പേഴ്സണലി ഹോൾഡ് ചെയ്യാണ് വിതൗട്ട് എനി ഇന്റർമീഡിയറി. അതിനെയാണ് നമ്മൾ ഡയറക്റ്റ് പൊസഷൻ എന്ന് പറയുന്നത്. ബൈയിങ് എ പെൻ ആൻഡ് കീപ്പിംഗ് ഇറ്റ് ഇൻ യുവർ ബാഗ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഓർ ഇൻഡയറക്റ്റ് പൊസഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ നേരത്തെ ഞാൻ ആ ഹൗസ് ഏജന്റിന്റെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. ഒരു ഏജന്റ് ത്രൂ ആണ് നമ്മൾ ആ ഹൗസ് വാങ്ങുന്നത് അല്ലെ? ത്രൂ എ റിയൽ എസ്റ്റേറ്റ് ഏജന്റ് വഴിയാണ്. ഹു ടേക്സ് പൊസഷൻ, നമ്മളുടെ ബിഹാഫിലാണ് അവർ എന്ത് ചെയ്യുന്നത്, പൊസഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു എക്സാമ്പിൾ ആയിരിക്കണം എപ്പൊ നിങ്ങൾക്ക് വരേണ്ടത്. ഇമ്മീഡിയറ്റ് പൊസഷൻ കാണുമ്പോൾ ഈ ഒരു എക്സാമ്പിൾ ആണ് നിങ്ങളുടെ മൈൻഡിലേക്ക് വരേണ്ടത്. നെക്സ്റ്റ് ഇസ് കൺസ്ട്രക്റ്റീവ് പൊസഷൻ. കൺസ്ട്രക്റ്റീവ് പൊസഷൻ എന്ന് പറയുമ്പോൾ പൊസഷൻ ഗ്രാന്റഡ് ബൈ ലോ ഓർ സിംബോളിക് കൺട്രോൾ.
ലോ അല്ലെങ്കിൽ സിംബോളിക്കലി ആണ് നമുക്ക് ആ പൊസഷൻ ഗ്രാന്റ് ചെയ്യുന്നത്. ഫിസിക്കൽ കൺട്രോൾ അവിടെ ഇല്ല. ദർ ഇസ് നോ എനി ഫിസിക്കൽ കൺട്രോൾ. ഓക്കെ, സോ ഹിയർ യു ക്യാൻ, ഫോർ എക്സാമ്പിൾ യു ആർ ഗിവിംഗ് യുവർ കാർ കീസ് ടു യുവർ ഡ്രൈവർ. ഡ്രൈവർക്ക് നിങ്ങൾ കാർ കീസ് കൊടുക്കണം. അപ്പൊ ഡ്രൈവർ എന്താണ്? ദ ഡ്രൈവർ ഇസ് എ കൺസ്ട്രക്റ്റീവ് പൊസസർ ആണ്. അപ്പൊ അഡ്വേഴ്സ് പൊസിഷൻ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഫസ്റ്റ് ടോപ്പിക് നമ്മൾ എടുക്കുന്നത് അഡ്വേഴ്സ് പൊസിഷൻ ആയിരിക്കും. സോ ഡിഫാക്ടോ ഒന്ന് വായിച്ചു നോക്കൂ നിങ്ങൾ. ഡിഫാക്ടോ യു റീഡ് അലോങ് വിത്ത് മീ. ഡിഫാക്ടോ എന്തായിരുന്നു? ഡിഫാക്ടോയും ഡീജോറും കറക്റ്റ് ഡിഫറൻസിയേഷൻ മനസ്സിലാക്കണം. കാരണം ഈ ഒരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്നുണ്ടെങ്കിൽ ഇനി അങ്ങോട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഒരു ഡിഫാക്ടോ ഡീജോർ എന്നുള്ള സാധനം കാണുകയാണെങ്കിലൊക്കെ നിങ്ങൾക്ക് ഏകദേശം ഒരു ലോജിക്കലി നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഇല്ലേ? ഡോണ്ട് യു തിങ്ക് സോ? പറ്റൂലേ? കാരണം ഇത് പല സ്ഥലങ്ങളിലായിട്ട് വരും, ഇനി കാണും. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ മോഡ്സ് ഓഫ് അക്വിസിഷൻ ഓഫ് പൊസഷൻ ആണ്. ഓക്കെ, പൊസഷൻ നമ്മൾ അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഏതൊക്കെ മോഡ്സിലൂടെയാണ് നമുക്ക് പൊസിഷൻ അക്വയർ ചെയ്യാന്നുള്ളതാണ്. ഇതും കുറച്ചൊരു വലിയൊരു ടോപ്പിക്കാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് പൊസിഷൻ അക്വയർ ചെയ്യാൻ പറ്റുക? ടേക്കിംഗ്, അതേപോലെ ഡെലിവറി, പിന്നെ നിയമപ്രകാരം നമുക്ക് പറ്റും. ഇൻഹെറിറ്റൻസും കോർട്ട് ഓർഡറിലൂടെയൊക്കെ നമുക്ക് നമ്മുടെ പേരൻസ് അല്ലെങ്കിൽ സക്സഷൻ വഴിയുള്ള പ്രോപ്പർട്ടീസ് ഒക്കെ കിട്ടുമല്ലോ, അല്ലെ? അപ്പൊ അങ്ങനെ ഓരോ ടൈപ്പാണ്. ഇത് അത്യാവശ്യം വലിയൊരു ടോപ്പിക്കാണ്. നമുക്ക് ബാക്കി എന്ത് ചെയ്യാം നെക്സ്റ്റ് ക്ലാസ്സിൽ. അപ്പോൾ വിൽ സ്റ്റാർട്ട് വിത്ത് അഡ്വേഴ്സ് പൊസഷൻ. ഓക്കെ, എന്നിട്ട് നമുക്ക് എല്ലാ ടോപ്പിക്കും ഒന്നുകൂടി റിവൈസ് ചെയ്യാം. എന്നിട്ട് നമുക്ക് പുതിയ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഐ ഹോപ്പ് ഇറ്റ് വാസ് ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, സോ ബാക്കി റിമൈനിങ് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, താങ്ക് യു.